സൈഡ് ചിക്കോ എടാ ഒന്നിനെ കൊണ്ടെടുക്കടാ. മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. കൂളായിട്ട് സംസാരിച്ചാലോ നമുക്ക്. ആ പൊസസീവ്നെസ് കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആരാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്? വൈഫൊക്കെ പൊസസീവ് ആയിരിക്കാം. മേ ബി ഇത്രയും സുന്ദരിയും സുമുഖലയും സുശീലയുമായിട്ടുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നത് സന്തോഷം കണ്ടെത്തണം. ഡെയിലി ചോറ് കഴിച്ചാൽ മതിയോ? ടോപ്പിക് എന്താണ്? ടോപ്പിക് പൊസസീവ് ആണ്. ഫോർ എക്സാമ്പിൾ വൈഫ് ആണെങ്കിലും ഗേൾഫ്രണ്ട് ആണെങ്കിലും പറയും പൊസസീവ് അല്ല, വി ആർ ഓക്കെ. അതിനു മുന്നേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. വൈഫും ഗേൾഫ്രണ്ടും ഉണ്ടോ? രണ്ടുണ്ട്. പൊസസീവ്നെസ് എന്ന് പറയുമ്പോ ഒരു റിലേഷൻഷിപ്പിലല്ല, എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ്. ഒന്നും പറയാനില്ല, ഞാൻ കൊന്നാലും പറയും ചെയ്യില്ല. ഓക്കെ, നിങ്ങളിത് എല്ലായിടത്തും കൊണ്ട് ഇടാൻ വേണ്ടിട്ടല്ലേ സംസാരിക്കുമ്പോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊക്കെ ഭയങ്കര പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാണിക്കുന്നു. സ്വാർത്ഥത മീൻസ് എന്ന് പറയുന്ന ഒരാളുടെ പബ്ലിക് ഇതിലേക്ക് കയറി ചെല്ലാൻ അതിന് ഇടം കൊടുക്കണ്ട. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. സ്വാർത്ഥത അത് ടോപ്പിക്കേ തെറ്റാണ്. പൊസസീവ് അടിക്കാൻ ആരുമില്ലേ? ഞാൻ കുറച്ച് പൊസസീവ് തരട്ടെ. ഡെയിലി വെല്ലുവിളികൾ ഉണ്ടാകും, ഇനിയും വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ ഞാൻ വളരും, എന്റെ ലൈവ് വളരും. നിങ്ങൾ അന്നും വന്ന് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആരൊക്കെ ഉണ്ട്? ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഓരോ ദിവസം കൂടുമ്പോഴും ഒരാളെങ്കിലും ലൈവിൽ പുതിയതായിട്ട് വരാറുണ്ട്. യെസ് ബഷീർ സുന്ദരൻ. ഞാനൊന്ന് പുകഴ്ത്തി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, സർവീഷ് ഹലോ. ഓക്കെ, പിന്നെ ആരാണ് ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നത്? എൻ്റെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ കൂടാതെ ലൈവ് ഇപ്പം വാച്ച് ചെയ്യുന്ന ആളുകൾക്കും കമൻറ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് നമ്മുടെ ടോക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ടോപ്പിക്കൊക്കെ പറയാം. ബഷീർ പ്ലീസ് ടൈം താ. ഓക്കെ, ഞാനൊരു ഇൻട്രോ പറയണ്ട. ആദ്യം ഇൻട്രോ പറയാനുള്ളൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. അപ്പോൾ അതൊന്നും മാറിയതിനു ശേഷം, കാരണം ഡെയിലി നമ്മൾ പാട്ട് വെച്ചിട്ടാണ് തുടങ്ങാറ് അല്ലേ? അപ്പോൾ ഇന്ന് പാട്ട് വെച്ചിട്ടില്ല. പാട്ട് വെക്കാത്തത് കൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു എനർജി പ്രോബ്ലം ഉണ്ട്. Again, myself, Rak, I am from India, Kerala. This live session we can call BC Talk. BC Talkil ഇന്ന് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, നമ്മുടെ ഈ ഒരു ടോക്ക് ഷോ ബിസിയാണ് നിങ്ങൾ, ഞാൻ ബിസിയാണ്. നമ്മുടെ ബിസി ടോക്കാണ്. 10 മണി മുതൽ 11 മണി വരെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് എടുക്കാറുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്തെടുക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് എന്തെടുക്കണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് തുടങ്ങിക്കോളും പെട്ടെന്ന് തന്നെ. ഓക്കെ അജു, എന്ത് ടോപ്പിക് എടുക്കണമെന്ന്? എന്ത് ടോപ്പിക്കാണ് ബഷീർ എന്നെടുക്കേണ്ടത്? ഞാൻ വെയിറ്റ് ചെയ്യാണ്, നിങ്ങളുടെ കമന്റ് വെയിറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് നമുക്ക് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ടോപ്പിക്ക് സജസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, വയലേഷൻ കണ്ടന്റ് വേണ്ട, അഡോൾട്ട് കണ്ടന്റ് വേണ്ട, ആൻഡ് പൊളിറ്റിക്സ് കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. എല്ലാവർക്കും മൈക്ക് എടുത്ത് ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് സജഷൻ നിങ്ങൾക്ക് പറയാം. എല്ലാവർക്കും. ഓക്കെ, സോറി, യു ക്യാൻ സജസ്റ്റ് എ ടോപ്പിക്. ഓക്കെ, സർവേഷ്, I hope you understand Malayalam, right? Where are you from? Okay, നമ്മുടെ ഈ ഒരു ലൈവ് സെക്ഷനിൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ, who is watching first time, please do comment. Myself, Rak, I am from India, Kerala. This live session we can call BC Talk. BC Talkil നിങ്ങളുടെ ടോപ്പിക് സജഷൻ എന്താണ്? പൊസസീവ്നെസ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നാട്ടിലെ കടന്നീർക്കാൻ ഇപ്പോൾ ദുബായിൽ നാട്ടിലെ കടന്നീർക്കാൻ ദുബായിലേക്ക് വന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫണ്ണി വീഡിയോ ആണ്, ഒന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്. ആ ഒരു പെൺകുട്ടി ജസ്റ്റ് താഴെയുള്ള പോസ്റ്റേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ആ പെൺകുട്ടീനോട് അവളുടെ ഫ്രണ്ട് ചോദിക്കും, എന്തിനാണ് ദുബായിൽ വന്നത്? അപ്പോൾ അവൾ പറയും, കടം വീട്ടാൻ. അപ്പോൾ തിരിച്ചു ചോദിക്കും, എങ്ങനെ കടം വന്നു? ദുബായിൽ വന്ന കടം വന്നു. അപ്പോൾ അവളോട് ചോദിക്കും, അങ്ങനെയാണ് നാട്ടിൽ തന്നെ നിന്നാൽ പോരെ, എന്തിനാ ദുബായിലോട്ട് വന്നതെന്ന്. അങ്ങനെ ഒരു ഫണ്ണി വീഡിയോ കണ്ടപ്പം ഞാനും ആലോചിച്ചു, ശരിയാണ്, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, എനിവേ, പിന്നെ എന്താണ് നമ്മൾക്ക് വേറെ? ഈദ് മുബാറക്. ഓക്കെ, നോ, ഐ എം ഫ്രം മഹാരാഷ്ട്ര. ഓക്കെ, ഫൈൻ. വെൽക്കം ടു മൈ ലൈവ് സെക്ഷൻ ഡിയർ. ആൻഡ് സൈഡ് ചിക്കോ എടാ ഒന്നിനെ കൊണ്ടെടുക്കടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ളത് 10 മണി മുതൽ 11 മണി വരെയാണ് നമ്മുടെ ഈ ഒരു ടോക്ക് ഷോ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ടോപ്പിക്ക് പെട്ടെന്ന് സജസ്റ്റ് ചെയ്യാം. ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ലൈവിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ടോപ്പിക് എന്താണ്? ടോപ്പിക്ക് ഡിസൈഡ് ചെയ്തിട്ടില്ല, നിങ്ങളെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹായ് ലയൺ, എന്താണ്? അപ്പോൾ ഞാനൊരു ടോപ്പിക്, എനിക്ക് പൊസസീവ്നെസ് എന്നുള്ളൊരു ടോപ്പിക് സജഷൻ വന്നിട്ടുണ്ട്. പൊസസീവ്നെസ് ഓക്കെയാണോ നിങ്ങൾക്ക്? നിങ്ങളൊരു പൊസസീവ് ഉള്ള ആളാണോ? ആരോടാണ് ഏറ്റവും കൂടുതൽ പൊസസീവ് കാണിക്കാറ്? അല്ലെങ്കിൽ പൊസസീവ് വരുമ്പം എന്താണ് നമുക്ക് ഇറിറ്റേഷൻ വരുന്നത്? ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും. അത് നല്ല രസമായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ടോപ്പിക് സജഷൻ. വേറെ എന്താണ് ടോപ്പിക് സജഷൻ ഉള്ളത്? PS1 1995. ഓക്കെ, ടാറ്റു കാണിക്കാമല്ലോ. ഓക്കെ, വേറെ എന്താണ്? പെട്ടെന്ന് പറ. എന്ത് ടോപ്പിക്കാണ് വേണ്ടത്?
എന്ത് ടോപ്പിക്കാണ് വേണ്ടത്? പെട്ടെന്ന് നിങ്ങൾ കൂടുതൽ കമന്റ്സ് ഒന്നും വേണ്ട. ടാറ്റു ഇതാണ്. ഓക്കെ, ടാറ്റു ഇതാണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ തൽക്കാലത്തോട്ട് മാറ്റി വെക്കാം. പ്ലീസ് ഡു കമന്റ് ഓൺലി അബൌട്ട് ടോപ്പിക് സജഷൻ. ഓക്കെ, ടോപ്പിക് സജഷൻ മാത്രമാണ് ഇപ്പം നിങ്ങളടുത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സ്ട്രെസ് ഉണ്ടടാ സത്യമായിട്ടും. നല്ല ടോപ്പിക്. അപ്പൊ നമുക്ക് 2 ടോപ്പിക് സജഷൻ വന്നിട്ടുണ്ട്. ഒന്ന് സ്ട്രെസ്, ഒന്ന് പൊസസീവ്നെസ്. സ്ട്രെസ്, പൊസസീവ്നെസ്, ടെൻഷൻ എല്ലാം നീ മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നതാണോ? സ്ട്രെസ് ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. 3 ടോപ്പിക് സെഷനായി. വേറെന്താണ്? നാട്ടിൽ ചെല്ലുമ്പോഴുള്ള പർച്ചേസ്. കൊള്ളാം. നാട്ടിലേക്ക് വെക്കേഷൻ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ലൈവ് കണ്ടിട്ട് പോകേണ്ടി വരും. ഓക്കെ, പൊസസീവ്നെസ്, ഹൈപ്പർ ടെൻഷൻ. കുറെ ടോപ്പിക് ഒന്നും വേണ്ട. ഓക്കെ, ഉള്ള ടോപ്പിക്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ലവ് ഇല്ല, ലൈഫിൽ ലവ് ഇല്ല, അടച്ചു കൂട്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും പറയാണ്, ഞാൻ 3 ടോപ്പിക് സെഷൻ കിട്ടിയതിൽ നിന്നും ചൂസ് ചെയ്യാണ്. പൊസസീവ്നെസ്, സ്ട്രെസ്, ടെൻഷൻ. കൂളായിട്ട് സംസാരിച്ചാലോ നമുക്ക്? ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ്റെ കഥകൾ പറയും, ഞാൻ എൻ്റെ ടെൻഷൻ പറയും. ഞാൻ എൻ്റെ ടെൻഷൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേജാറാകും. നിങ്ങൾ നിങ്ങളുടെ ടെൻഷൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് ബേജാറാവും. അപ്പോൾ അത് വേണോ? നമുക്ക് പൊസസീവ്നെസ് ആയാലോ? 1 hour ലൈവാണ്. 1 hour ലൈവാണ്. 1 hour ലൈവിൽ ഈ ടെൻഷനെയും സ്ട്രെസ്സിനെയും എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് കാരണങ്ങൾ ചോദിക്കും. എന്താണ് ടെൻഷൻ അടിക്കാനുള്ള കാരണം എന്ന്. നിങ്ങൾ മറന്നുപോയ കാരണം പിന്നെയും ഓർത്തെടുക്കും. ഇവിടെ ഒരാൾ വന്ന് സംസാരിക്കുന്ന സമയത്ത് അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ ടെൻഷൻ വേണോ നിങ്ങൾക്ക്? ഇനിയും ടെൻഷൻ വേണോ? പോകല്ലേ ജു പറ. വല്ലാതൊരു ടെൻഷനാകും. എല്ലാം കൂടെ വല്ലാതൊരു ടെൻഷനാകും. നിങ്ങൾക്കില്ലാത്ത ടെൻഷൻ ഞാൻ തരും, എനിക്കില്ലാത്ത ടെൻഷൻ നിങ്ങൾ തരും. ലാസ്റ്റ് ലൈവ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇരുന്ന് ആലോചിക്കേണ്ടി വരും, എന്തിനാണിത് ഈ ഒരു ടോപ്പിക് എടുത്തതെന്ന്. ഓക്കെ, അപ്പോൾ പൊസസീവ്നെസ് ഉള്ള ടോപ്പിക്ക് എനിക്ക് കംഫർട്ടബിൾ ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. പൊസസീവ്നെസ് ഓക്കെ ആണോ? ലയൺ ഓക്കെ ആണോ? സഞ്ജു ഓക്കെ ആണോ? പൊസസീവ്നെസ്, നിങ്ങൾക്ക് പൊസസീവ്നെസ് ഉണ്ടോ? അല്ലെങ്കിൽ ആ പൊസസീവ്നെസ് കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന ആരാണ് നിങ്ങളുടെ ലൈഫിലുള്ളത്? ഓക്കെ, സനോജ് ഓക്കെ, എൻ്റെ റോഷ്മോൻ ഓക്കെ അല്ല. എന്ത് പറ്റിയ അച്ചു? എന്തുകൊണ്ടാണ് ഓക്കെ അല്ല എന്ന് പറയുന്നത്? പൊസസീവ് അടിക്കാൻ ആരുമില്ലേ? ഞാൻ കുറച്ച് പൊസസീവ് തരട്ടെ? ഓക്കെയാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയിട്ട് ഞാൻ എടുക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് വളരെ 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 സന്തോഷത്തോടു കൂടി എടുക്കുകയാണ്, പൊസസീവ്നെസ്. Okay, myself Rak, I'm from India, Kerala. This live session we can call busy talk. Busy talkil ningal busy aanu, njan busy aanu. Nammade busy life ne irritate cheyanayittu possessive kondu varuna aaraanu? Endinanu ee possessive ningalku eppalengilum irritation aayittu thoniyittundo? Ennodu aarum possessive adikkunnilla pengale ennu parayanundo? ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ലൈവിൽ ഗസ്റ്റ് വന്നോളൂ. ഓക്കെ, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നോക്കാം. ബീൻസ്. യെസ് ബീൻസ്, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ഹലോ, ഹായ് ബീൻസ്, കേൾക്കുന്നുണ്ടോ? വരലും കഴിഞ്ഞു, പോകലും കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ബിൻസിന്റെ ഗേൾ ഫ്രണ്ടോ വൈഫോ ഒക്കെ പോസസീവ് ആയിരിക്കാം. മേ ബി ഇത്രയും സുന്ദരിയും സുമുഖലയും സുശീലയുമായിട്ടുള്ള പെൺകുട്ടികളോട് സംസാരിക്കുന്നത്. നോ പ്രോബ്ലം ബീൻസ്, നമുക്ക് കൂളായിട്ടിരിക്കാം. അപ്പം ഈ വേഷം ചേരുന്നില്ല, നോ പ്രോബ്ലം അഷ്റഫ്. ഓരോ ദിവസങ്ങളും മനുഷ്യരുടെ ലൈഫേ ഓരോ ദിവസവും ഓരോ നാടകമാണ് അല്ലേ? നമ്മൾ ചുരിദാർ തന്നെ ഡെയിലി ഇടാൻ പറ്റുമോ? സാരി തന്നെ ഡെയിലി ഇടാൻ പറ്റുമോ? അഷ്റഫ് ഒരു കാര്യം ചെയ്യും, ഞാൻ UAE-യിലുണ്ട്. അഷ്റഫിന് ഏത് ഡ്രസ്സ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ലൈവിൽ ഇടാൻ പറ്റുന്ന ഏതെങ്കിലും ഡ്രസ്സ് സജസ്റ്റ് ചെയ്യാനോ വാങ്ങിത്തരാനോ ഉണ്ടെങ്കിൽ അഷ്റഫിന് വാങ്ങിത്തരാം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ കബോർഡിലുള്ള ഡ്രസ്സുകൾ, നമ്മുടെ ഫ്രണ്ട്സ് തരുന്ന ഡ്രസ്സുകൾ മാറി മാറി ഇടുമ്പോൾ എല്ലാത്തിനും സന്തോഷം കണ്ടെത്തണം. ഡെയിലി ചോറ് കഴിച്ചാൽ മതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് എന്താണ് ടോപ്പിക് എന്താണ്? ടോപ്പിക് പൊസസീവ് ആണ്. പൊസസീവ് എന്നുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. പെട്ടെന്ന് തന്നെ ലൈവിൽ ഗസ്റ്റ് ആയിട്ട് വന്നോളൂ. രാജേഷേ ഹലോ ഉണ്ട്, ഹായ് ഉണ്ട്, നമസ്കാരം ഉണ്ട്. അപ്പൊ അഷ്റഫെ, ഞാൻ പറഞ്ഞത് പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അഷ്റഫിന്റെ വക ഒരു ചെറിയ വില നോക്കുന്നില്ല. അഷ്റഫ് ഡേ ടു ഡേയോ ഇനി ഏത് സ്ഥലമായാലും ഓക്കെയാണ്. അഷ്റഫിന്റെ വക ഒരു ഡ്രസ്സ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് ലൈവിൽ വരും. അഷ്റഫെ അടിച്ചാള്. ഓക്കെ, അപ്പൊ നമുക്ക് ജോയ് എല്ലാവരും ഇന്ന് വിയർക്കുവോന്നോ? എനിക്കത് അറിയേണ്ട ആവശ്യമില്ല. ജോയ് വേർക്കുന്നുണ്ടെങ്കിൽ ജോയുടെ മാത്രം പേഴ്സണൽ കാര്യമാണ്. എല്ലാവരുടെ കാര്യം നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ജോയ് കുറെ വേർക്കും. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഡാർക്ക് സൈഡ് ഗെയിമിങ് ആൻഡ് ഓക്കെ, താങ്ക് യു ഡിയർ.
ഓക്കെ 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 അപ്പം സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പൊസസീവ് ആണ്. സോ പൊസസീവ് ബിക്കിനി ആണെങ്കിൽ ലൈവിൽ ഇടാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളൂ. ബിക്കിനി ആണെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആളെ മെൻഷൻ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം. എന്താ റോഷ്മോൻ ബിക്കിനി വാങ്ങി തരാനുള്ള ആഗ്രഹം ഉണ്ടോ? സ്റ്റാൻഡേർഡ് വാങ്ങണം കേട്ടോ. ഇന്നർ വെയർ ഒക്കെയാണ് നമ്മൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഇടുന്നതാണ് നന്നാവുക. ഓക്കെ, വേറെ എന്താണ്? ചുരിദാർ സൂപ്പർ ആയിരുന്നു. അപ്പോൾ അഷ്റഫിന്റെ വക ഒരു ചുരിദാർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിവേ നമ്മൾ കൂടുതൽ ചളപ്പള കച്ചറ ടോക്ക് വേണ്ട. നമ്മുടെ ഇന്നത്തെ ലൈവ് സെക്ഷൻ ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോയിൽ ഇന്ന് നമ്മൾ ഓൾറെഡി ടോപ്പിക് ചൂസ് ചെയ്ത് കഴിഞ്ഞു. ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ കമന്റ്സ് ഞാൻ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ, റിക്വസ്റ്റ് ഇടാൻ പറയുന്നുണ്ട്. രാജേഷ് എന്നെ റിക്വസ്റ്റ് ഇടുന്നുണ്ട്. റിക്വസ്റ്റ് ഇടാൻ അറിയാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് ആഡ് മീ. ഓക്കെ, അപ്പൊ രാജേഷ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. റിക്വസ്റ്റ് എടുത്തിട്ട് ലൈവിൽ വന്ന് സംസാരിക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാണ്. ആൻഡ് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മൈസെൽഫ് റാക്ക്, ഐ എം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്. ബിസി ടോക്ക് ആണ്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണ്? പൊസസീവ്നെസ്. ഈ പൊസസീവ്നെസ് പറഞ്ഞാൽ എന്താ? ഓക്കെ, ടാറ്റു കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ട് വന്നത്. അയ്യടാ, നീ എന്തുവാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇങ്ങനത്തെ ചിന്താഗതി നല്ലതല്ല കേട്ടോ. നിങ്ങൾ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാണോ? എന്നോട് ചോദിക്കുവോ ടാറ്റു കാണാനാണോ ഈ ഡ്രസ്സ് ഇട്ടെന്ന് ചോദിച്ചാൽ അതിലൊരു അർത്ഥമുണ്ട്. നമ്മുടെ ടോപ്പിക് ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. പൊസസീവ് ആവല്ലോ ഓവറായിട്ട്. നീ എന്റെ പൊസസീവ് കാണിക്കാൻ നീ എന്റെ ബോയ് ഫ്രണ്ട് അല്ല, അത് മനസ്സിലാക്കി. നീ എന്തിനാണ് ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ഗേളിനോട് ഇങ്ങനെ പൊസസീവ് ആവുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഏറ്റവും കൂടുതൽ പൊസസീവ് കാണിക്കുന്നത് പെൺകുട്ടികളാണ്. ആണോ അല്ലേ? ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് കാണിക്കുന്നത് ഗേൾസ് ആണ്. ആണോ അല്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. റോഷ്മോന്റെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. റോഷ്മോൻ വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ആൻഡ് ഒരാളും കൂടെ റിക്വസ്റ്റ് ഉണ്ട്. ആരാണെന്ന് നോക്കാം. റോഷ്മോനെ കേൾക്കുന്നുണ്ടോ? ഹായ്, ഗുഡ് ഈവനിങ്. നിന്റെ ഒക്കെ ബിക്കിനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബ്രാൻഡഡ് ആവണം. കേൾക്കുന്നുണ്ടോ? ലൈവിലിട്ട് വരില്ല, ഫോട്ടോഷൂട്ട് ചെയ്യും, നിന്നെ മെൻഷൻ ചെയ്യും. ഓക്കെ ആണോ? നോക്കാം. നോക്കണ്ട. ഒരു ടാസ്ക് തന്ന ആ ടാസ്കിൽ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ എമ്മാരി കമന്റ് ചെയ്യരുത്. ഓക്കെ, പറ. പൊസസീവ് അടിക്കുന്ന ആരാണ് ലൈഫിലുള്ളത്? ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൈഫ് ആണെങ്കിലും ഗേൾഫ്രണ്ട് ആണെങ്കിലും പറയും പൊസസീവ് അല്ല, വി ആർ ഓക്കെ. അതിനു മുന്നേ ഞാനൊരു കാര്യം ചെയ്യട്ടെ. വൈഫും ഗേൾഫ്രണ്ടും ഉണ്ടോ? രണ്ടുണ്ട്. ഇല്ല, ഓൺലൈനിലല്ലേ. സോറി, അതാ ലൈവിൽ വീഡിയോ അടക്കം വന്നു കഴിഞ്ഞു. ഇത് പോസ്റ്റ് ചെയ്യുന്ന ലൈവാണ് കേട്ടോ. നോ പ്രോബ്ലം. നമ്മളിപ്പോ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. അതെ. പറയൂ, ഏറ്റവും കൂടുതൽ പൊസസീവ് വൈഫാണോ ഗേൾഫ്രണ്ട് ആണോ? ഗേൾഫ്രണ്ട് ആണ് കൂടുതൽ പൊസസീവ്. എന്തൊക്കെ കാര്യത്തിലാണ് പൊസസീവ് അടിക്കാറ്? വേറെ പെണ്ണുങ്ങളെ വായി നോക്കുന്നവരാണോ? ഇല്ല, നോട്ട് പൊസസീവ്. ഞാൻ പൊസസീവ് അല്ല, ഫ്രീ ആണ്, ഓപ്പൺ മൈൻഡ് ആണ്. പക്ഷെ നമ്മൾ വേറെ ആരോട് എന്തെങ്കിലും പറയും പിന്നെ പറയും, അവളുടെ പേരെടുത്തിട്ട് നമ്മളോട് പറയും. അതിപ്പോ വൈഫാണെങ്കിലും ഗേൾഫ്രണ്ട് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് നിന്റെ സുന്ദരമായ മുഖം കാണുമ്പോ എന്റെ മുഖം മറന്നു പോകുന്നു. ഓക്കെ, ബാക്കി പറ. പിന്നെ പൊസസീവ്നെസ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കുണ്ട്. ശരിക്കും? ആണുങ്ങൾക്കുണ്ട്. പൊസസീവ് ആണ്. ഫോർ എക്സാമ്പിൾ ഗേൾസിന്, ബോയ്സിനെ പോലെ തന്നെ ഗേൾസിനും ഉണ്ടാവും കുറെ. ഒരു 3-4 ഗൈസ് ഉണ്ടാവും എവിടെയെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ. അപ്പൊ ഒരു ലിമിറ്റ് കഴിഞ്ഞ് നമ്മളുടെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് തോന്നും, ഇത് കുറച്ച് കടന്നതാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. ചില ടൈമിൽ പറയാൻ പറ്റും, ചില ടൈമിൽ പറയാൻ പറ്റില്ല. ഓക്കെ, എന്തിനായിരിക്കാം പൊസസീവ് അടിക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? ചിലപ്പോ നമ്മള് കുറച്ച് ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളായിട്ട് ഉണ്ടാവും. ചിലപ്പോ അത് വേറെ ആൾക്കാരൊപ്പം ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന കാണുമ്പോ നാച്ചുറൽ ഫീലിംഗ് അല്ലേ അതൊക്കെ. ഞാൻ ചോദിക്കട്ടെ, പൊസസീവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രസ്റ്റ് ഇല്ലാത്തവർക്കാണോ പൊസസീവ് തോന്നാറ്? അത് ട്രസ്റ്റ് ഇഷ്യൂ അല്ല. അത് ട്രസ്റ്റിന്റെ ഇഷ്യൂ അല്ല. അത് ഇപ്പൊ നമുക്ക് ഭയം എന്ന് പറഞ്ഞാൽ അത് ട്രസ്റ്റ് അല്ലല്ലോ. ഭയം ഒരു ഫീലിംഗ് അല്ല. അതേപോലെ പൊസസീവ് ഒരു ഫീലിംഗ് തന്നെയാണ്. ബോയ്സിന് ഒരു മിനിറ്റ്, സോറി ഫോർ ഇന്ററപ്റ്റ്. ഒരു ലേഡി സുഹൃത്ത് അല്ലെങ്കിൽ ഭാര്യ എന്തോ ആവട്ടെ, ഒരു ബോയിന്റെ അടുത്ത് വല്ലാതെ പൊസസീവ്നെസ് കാണിക്കുന്നതാണോ ബോയ്സിന് ഇഷ്ടം, അതോ കാണിക്കാത്തതാണോ? കാണിക്കാത്തതാണല്ലോ നോർമലി. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ബോയ്സിന് ഒരു പരിധി, അങ്ങനെ നമ്മൾ ആ പരിധി കഴിയുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. എപ്പോഴും നമുക്ക് കുറച്ച് ഇറിറ്റേറ്റഡ് ആയി തോന്നും. ശരി റോഷ്മോൻ, താങ്ക് യു ഫോർ ഷെയറിംഗ് യുവർ ഒപ്പീനിയൻ. അപ്പം വൈഫും ഗേൾഫ്രണ്ടും അധികം പൊസസീവ് കാണിക്കാത്ത റോഷ്മോനെ കൂളാക്കി വെക്കുക. വേറെ ഏതെങ്കിലും ഗേൾഫ്രണ്ട്സ് എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ സുന്ദരമായിട്ടുള്ള മുഖം അക്കൗണ്ട് നോക്കുക, പക്ഷെ പൊസസീവ് കാണിക്കരുത്. ഓക്കെ അല്ലേ? ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു.
ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ കാണുന്ന ആദ്യമായിട്ട് കാണുന്ന ആളുകളെടുത്ത് പറയുകയാണ്, മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്ക് 10 മണി മുതൽ 11 മണി വരെ ഡെയിലി ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ്. നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ഇതുപോലെ വീഡിയോ കോൾ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, ഓഡിയോ കോൾ സംസാരിക്കണം ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമന്റ് ചെയ്യണം, നമുക്ക് റീഡ് ചെയ്യാം. അതുപോലെ മറ്റൊരു റിക്വസ്റ്റ് ആണ്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ കമന്റ് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ എന്നെ തന്നെ നോക്കി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കമന്റ് നോക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കാണൂല, അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. എനിവേ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ടോപ്പിക്ക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്ത റിക്വസ്റ്റ് നമുക്ക് ഒരാളും കൂടെ ഉണ്ട്. അടുത്ത റിക്വസ്റ്റ് നോക്കാം. യെസ് രാജു, കാണിക്കാം. പറയൂ സർ. ഈ പറഞ്ഞോളൂ. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിലല്ല, എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ്. അത് ബ്രദർ സിസ്റ്റർ ആയാലും ശരി, ഹസ്ബൻഡ് വൈഫായാലും ശരി, ലവേഴ്സ് തമ്മിലായാലും ശരി, അതുപോലെ അച്ഛനും മക്കളും തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ എല്ലാം ഉള്ളതാണ് പൊസസീവ്നെസ്. ചിലർ കൂടുതൽ പുറത്ത് കാണിക്കുന്നു, ചിലർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ, അല്ലേ? എനിക്ക് ഇത്രയും ഡീപ്പായിട്ട് അറിയില്ലായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് പൊസസീവ്നെസ്. ഇപ്പോൾ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിൽ തന്നെ ഇപ്പൊ നമ്മുടെ വല്യമ്മയുടെ മക്കളുമായിട്ട് കൂടുതൽ അടുക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തോ ഓർക്കുന്നു, നമ്മളില്ലല്ലോ, നമ്മളടുത്ത് ഇല്ലാത്തത് എന്തിനാണ് അവന് അങ്ങോട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്താ അവരുമായിട്ട് അത്ര ഇത് എന്നുള്ള ഒരിത് പൊതുവായിട്ട് ഉള്ളതാണ്. ഈ പൊസസീവ്നെസ് എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് കാണിക്കുന്ന എന്നാലും ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കും? ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പ്രേമിക്കുന്ന ആൾക്കാരാണ് തമ്മിൽ കാണിക്കുന്നത് കൂടുതൽ. ശരിയാണ്. സത്യം അതാണ്. അത് സത്യമായിട്ട് കാണിക്കുന്നതാണോ അല്ല വെറുതെ പ്രഹസനമായിട്ട് കാണിക്കുന്നതാണോ എന്നറിയില്ല. പക്ഷെ അവിടെയാണ് കൂടുതൽ ഇതിന്റെ ഇഷ്യൂസ് വരാറുള്ളത്. അവിടെയാണ് പൊസസീവ്നെസ്സും ഇഷ്യൂസും. അവൻ വേറൊരാളുമായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ അവള് വേറൊരാളുമായിട്ട് സംസാരിക്കും, വെറുതെ സംസാരിക്കുന്നതായിരിക്കും. കണ്ടോണ്ട് വരുമ്പോഴത്തേക്ക് ഇതെന്ത് അങ്ങ് അവിടെ ഇഷ്യൂസ് സ്റ്റാർട്ടാവുകയാണ്. എന്തിനാണ് അവനുമായിട്ട് എന്തിനാ ഇത്രയും സമയം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവനെന്തിനാ നീ വിളിക്കുന്നത്, അവനുമായിട്ട് എന്തിനാ സംസാരിക്കുന്നത്. അതേ പൊസസീവ് എപ്പോഴെങ്കിലും ഭർത്താക്കന്മാർക്ക് അല്ലെങ്കിൽ കാമുകന്മാർക്ക് ബുദ്ധിമുട്ടായി മാറാറുണ്ടോ? വൈസ് വേഴ്സ ആവും. ഓവർ പൊസസീവ്നെസ് ആയി കഴിഞ്ഞാൽ അത് എപ്പോഴും ബുദ്ധിമുട്ടാണ്. ഓവർ ആവാൻ പാടില്ല, വിത്തിൻ ലിമിറ്റ്. ഓക്കെ, പൊസസീവ്നെസ് വേണം, ഇല്ലെങ്കിൽ ലൈഫ് നന്നായിട്ട് പോവില്ല. അത് പറഞ്ഞപ്പോ എനിക്കൊരു ക്വസ്റ്റ്യനും കൂടെ വന്നു. ചില റിലേഷൻഷിപ്പിൽ ഒട്ടും പൊസസീവ്നെസ് ഉണ്ടാവില്ല, അതിനർത്ഥം അവര് പ്രണയത്തിലല്ല എന്നാണോ? അല്ല, അവർക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല, അതാണ് അവിടുത്തെ ഇഷ്യൂ. അല്ലാതെ അവർക്ക് ഇല്ലാണ്ടിരിക്കില്ല, അവർക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഏറ്റവും കൂടുതൽ പൊസസീവ് കാണിച്ച ആളുടെ പേര് പറ. അല്ല, അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എങ്ങനെ പറയാൻ, എൻ്റെ അച്ഛനെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ 4 മക്കളും വീട്ടിൽ തന്നെ കാണണം. പുറത്തു പോകാൻ പാടില്ല, വേറൊരു വീട്ടിൽ പോകാൻ പാടില്ല. അങ്ങനെ പോയി ആ സമയത്ത് എവിടെയെങ്കിലും അല്ല, ഒരു തരം പൊസസീവ്നെസ് ആണ് അത്. കാരണം അച്ഛൻ വരുമ്പം മക്കളെ കാണണം അവിടെ, അല്ല റെസ്ട്രിക്ഷൻ അല്ല അത്, ആ സ്നേഹത്തിൻ്റെ ആണത്. എൻ്റെ മക്കളുടെ സ്നേഹം പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഒരു ഇതാണ്, അതൊരു പൊസസീവ്നെസ് ആണ്. Okay, thank you dear. Thank you for sharing the opinion. Take care. Eid Mubarak. Thank you. ഓക്കെ, നമുക്ക് ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പം ഞാൻ പാട്ട് വെക്കാന്ന് വിചാരിക്കേണ്ട, യൂട്യൂബിൽ ഞാൻ നോക്കും എന്ത് ടോപ്പിക് എടുക്കണം, എന്ത് ടോപ്പിക്കിൽ സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നിങ്ങൾ ആരെങ്കിലും ടോപ്പിക് സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാണ്. ഞാൻ ലൈവായിട്ട് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും. അത് പൊട്ടത്തരാണെങ്കിലും കോൺഫിഡൻസോട് കൂടി സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. എന്നാലും
ഇനി ടോപ്പിക്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ എന്ത് ചെയ്യും ഭഗവാനെ? 1 മണിക്കൂർ സംസാരിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഓരോ ടോപ്പിക് എനിക്ക് തരുന്ന ഓരോ ടാസ്ക്കാണ് ആക്ച്വലി. ഓരോ ടാസ്കും ഞാനിങ്ങനെ ചെറുതായി ഇങ്ങനെ വിജയിച്ച് വരുമ്പം എനിക്ക് പേഴ്സണലി നല്ല രീതിയിലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. എനിവേ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈവിൽ റിക്വസ്റ്റ് ചെയ്ത് സംസാരിക്കാം. വീണ്ടും പറയാണ്, കൂടുതൽ കമന്റ് ചെയ്യുന്ന ആളുകളെടുത്ത് ഞാൻ നിങ്ങളുടെ കമന്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ ലൈവ് ഭയങ്കര ബോറായിരിക്കും. ഞാൻ കമന്റ് തന്നെ ഇങ്ങനെ നോക്കി പറയുകയാണെങ്കിൽ ആക്ച്വലി ഒരു ഹോസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം, ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യണം. അപ്പം നമ്മളിങ്ങനെ കമന്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകും, ആ ലൈവ് വലിയ രസം ഉണ്ടാവില്ല. പിന്നെ ഈ സെയിം ലൈവ് ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ കമന്റ്സ് അല്ല കാണുന്നത്, എന്നെയാണ് കാണുന്നത്. സോ നിങ്ങളുടെ കമന്റ് വായിക്കുന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ അത്യാവശ്യം കമന്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലൈവിൽ വന്നോളൂ, വന്നിട്ട് സംസാരിച്ചോളൂ. നമുക്ക് അജുവിനെ ലൈവിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അജു, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. ആൻഡ് ആദ്യമായിട്ട് ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ 10 മണി മുതൽ 11 മണി വരെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസി ടോക്ക്. അജു കേൾക്കുന്നുണ്ടോ? അജു കേൾക്കുന്നുണ്ടോ? അജു കേൾക്കുന്നുണ്ട്. അജു നീ ഇതിലൊന്നും പറയാനില്ല. ഞാൻ കൊന്നാലും പറയും ചെയ്യില്ല. ഓക്കെ, അജു പറ, പൊസസീവ്നെസ്. അജു പൊസസീവ് ഉള്ള ഒരാളാണോ? എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ഇത് എല്ലായിടത്തും കൊണ്ട് ഇടാൻ വേണ്ടിട്ടല്ലേ? ഇല്ല, എനിക്കറിയാം. എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. റാക്കിന്റെ ലൈവ് 10 മണി മുതൽ 11 മണി വരെ ഞാൻ ഇരുന്ന് കണ്ടാൽ മതി എന്നൊരു പൊസസീവ്നെസ് ഉണ്ട് അല്ലേ? അത് നിങ്ങൾ പറയുന്ന അങ്ങനെയായിരിക്കും. എങ്കിലും ഈ സൗണ്ട് പറയുന്ന എന്റെ അവസ്ഥ. അജു സൗണ്ട് മാറ്റി പറയണേ. ഇനി അജുവിന്റെ പേര് ഞാൻ ഇവിടെ സോറി അജു പേര് മാറ്റി പറഞ്ഞിരിക്കും നന്നാവും. ഇനി അജു റിക്വസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ നോക്കുന്നില്ല. പക്ഷെ വന്ന് സംസാരിക്കാൻ ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ഇട്ടത്. എനിവേ, നമ്മുടെ ലൈവ് ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടെ നമുക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. നിങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ഉണ്ട്, പൊസസീവ്നെസ്. നിങ്ങളുടെ പൊസസീവ് ആയിട്ടുള്ള ഭാര്യയോ കാമുകിയോ ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിൽ നടക്കുന്ന രസകരമായിട്ടുള്ള കോമഡീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ പൊസസീവ്നെസ് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക്, പണ്ടാര കാലത്ത് ഈ പൊസസീവ്നെസ് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടോ, അത് നിങ്ങൾക്ക് പറയാം. പക്ഷെ ആളുടെ പേര് പറയണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്നതിൽ സന്തോഷം. ജംഷി ലൈവിലോട്ട് വന്നല്ലോ. ജംഷി, വെൽക്കം ടു ദ ലൈവ് സെക്ഷൻ. നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണ്? പൊസസീവ്നെസ്. സോ നമ്മുടെ പൊസസീവ് ആയിട്ടുള്ള എല്ലാവരും ലൈവിൽ വരിക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ റസാഖ് എന്താ പറഞ്ഞത്? റസാഖെ പൊളിറ്റിക്സ് വേണ്ടട്ടോ, വേണ്ടേ. പിന്നെ ഞാനൊരു കാര്യം പറയാം, ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പറയാണ്, നമ്മള് സംസാരിക്കുന്ന സമയത്ത് കമന്റ് ചെയ്യുമ്പോൾ ആ കമന്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പിന്നെ ഞാൻ കമന്റ് വായിക്കുമ്പോൾ നിങ്ങൾ ലൈവിൽ ഉണ്ടാവില്ല. അപ്പൊ അതിൽ ബെറ്റർ എന്താണ്? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുക, ഗസ്റ്റ് എടുത്ത് സംസാരിക്കുക. ഗസ്റ്റ് ഇടാൻ അറിയാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കമന്റ് ആഡ് മീ ഓർ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്താൽ മതി. എനിക്ക് ഈ ലൈവിൽ കയറാൻ പറ്റുന്നില്ല പെങ്ങളെ എന്നൊക്കെ കമന്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മള് തൽക്കാലത്തോട്ട് ഒരാൾ ഗസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ സമയങ്ങളിൽ കമന്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വേറെന്താണ്? വൈഫിൽ കാണുന്നുണ്ടെന്നാണോ? ജംഷി, വെൽക്കം ടു ദ ലൈവ് സെഷൻ. ജംഷി, എന്ത് വിശേഷം? ഈദ് മുബാറക്. നല്ല വിശേഷം. ബർക്കത്തുൽ ഈദ്. എന്താണ് വിശേഷം? എന്റെ വിശേഷങ്ങളെല്ലാം എന്താണ് ഈദായിട്ട് എന്തായിരുന്നു സ്പെഷ്യല്? ഒരു സ്പെഷ്യലും ഇല്ല. കിടന്നുറങ്ങി. അത് തന്നെ, രാവിലെ എണീക്കുക, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യുക, കിടന്നുറങ്ങുക. ഞാൻ പുറത്ത് അങ്ങനെ അവൈലബിൾ ആകാറില്ല. അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ നമ്മളെ ഫോക്കസ് ഓൺലി ടിക്ടോക്ക്. വൈകുന്നേരം ലൈവ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി ജംഷി, നമ്മുടെ ടോപ്പിക് എന്താണ്? പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ്, ഈ പൊസസീവ്നെസ് നമ്മള് ഇപ്പൊ 2 ദിവസം മുന്നേ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല ഉണ്ടായിരുന്നല്ലോ. ഇല്ല സംശയം പറഞ്ഞിട്ടുണ്ടാകാം, മാന്യത പറഞ്ഞിട്ടുണ്ടാകും, പൊസസീവ്നെസ് പറഞ്ഞില്ല. ഇല്ല. ജംഷി കഴിഞ്ഞ ദിവസം പൊസസീവ്നെസ് അല്ല പറഞ്ഞത്, വേറെ എന്തോ ടോപ്പിക്കിനെ കുറിച്ച് കുറെ സംസാരിച്ചു. അമ്മ അങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പൊസസീവ്നെസ് അത് ആരോടാണ് നമ്മള് നോക്കുന്നത്? ആരുടെയും ആണോ? ജംഷി പൊസസീവ്നെസ് ഉള്ള ഒരാളാണോ? ഇല്ല, ഞാൻ അങ്ങനെ സിമ്പിൾ ആണ്. സത്യം പറ ജംഷി. ഇല്ല, ഞാൻ അങ്ങനെ പൊസസീവ്നെസ് അല്ല. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെയുള്ള കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പൊങ്ങച്ചല്ലോ ഉദ്ദേശിച്ചത്? പൊങ്ങച്ചല്ല, പൊസസീവ്നെസ് ആണ്. ഇല്ല, പൊങ്ങച്ചല്ല, എനിക്കറിയാം. ഞാൻ അങ്ങനത്തെ ഒരു ആളല്ല. സിമ്പിൾ ആണ്.
പക്ഷെ മറ്റുള്ളവർക്ക് ഇപ്പൊ മിസ് റാക്കനൊക്കെ ഉള്ളത് പോലെ കൂടുതൽ പൊസസീവ്നെസ് എനിക്കില്ല എന്ന് തന്നെ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ബിക്കോസ് റാക്കിന്റെ അടുത്ത് നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ റാക്കിന് ഭയങ്കരമായിട്ട് സംസാരിക്കാനൊക്കെ ഭയങ്കര പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാണിക്കുന്നുണ്ട്. പൊസസീവ്നെസ് എന്താണ്? പൊസസീവ്നെസിന്റെ അർത്ഥം എന്താണ് ശരിക്കും? എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ ഞാൻ ആരോട് പൊസസീവ്നെസ് കാണിക്കാറില്ല. എന്റെ സ്വന്തം എന്ന് തോന്നിയാലല്ലേ ഞാൻ പൊസസീവ് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ല, സ്വന്തം എന്നല്ലെങ്കിൽ കൂടിയിട്ട് ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു ഫ്രണ്ട് അല്ലേ, നമുക്ക് അങ്ങനെ പൊസസീവ്നെസ് കാണിച്ചുകൂടെ നമുക്ക്? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ ജംഷി, എന്റെ നിർവചനം ശരിയാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ. പൊസസീവ്നെസ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ സുഹൃത്ത് എന്റേത് മാത്രമാകണമെന്നോ അല്ലെങ്കിൽ എന്റെ കാമുകനോ അല്ലെങ്കിൽ ഇനി എന്റെ ഹസ്ബൻഡോ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വ്യക്തി അതെ മറ്റൊരാളോട് മിണ്ടുമ്പോൾ എനിക്ക് വരുന്നൊരു വികാരം, അതെ അതല്ലേ അത് തന്നെയാ പൊസസീവ്നെസ്? അതെ അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇതെനിക്കില്ല. ഞാനിപ്പോ റാക്കിന്റെ അടുത്ത് ഞാൻ ഇതേപോലെ ഇങ്ങനെ സംസാരിക്കാൻ നോക്കുമ്പോ റാക്കിന് അത് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പൊസസീവ്നെസ് ഉണ്ടല്ലോ, ഞാൻ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെന്ത് പൊസസീവ്നെസ്? അതെങ്ങനെ പൊസസീവ്നെസ് ആവുക? അതും ഒരു പൊസസീവ്നെസ് ആണല്ലോ. കാരണം ഒന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നുകൂടെ ആ ഫോർ ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ, എനിക്കൊരു കൺഫ്യൂഷൻ. സാധില്ല, പോട്ടെ. ഞാനങ്ങനെ എന്താ പറയാ, എനിക്കൊരു പൊസസീവ്നെസ് അത് എന്റെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്റെ ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ വൈഫ് ആയിക്കോട്ടെ, എനിക്ക് അങ്ങനെ ആരോടും അവരൊരു ഇന്ററാക്ട് ചെയ്യുന്നത് എനിക്ക് വളരെ, എന്റെ വൈഫിനോടൊക്കെ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് നീ അവരോട് സംസാരിക്കാത്തത്? കാരണം അല്ലേ നമ്മള് ജെൻസ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ലേഡീസും ജെൻസും ഒക്കെ നമ്മൾ അങ്ങനെ വേർതിരിച്ച് നോക്കേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് ഈ ലോകം നമുക്ക് എല്ലാവരുമായിട്ടുള്ള ഒരു 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 എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് വേണം. സോ അപ്പൊ അവള് എന്നോട് പറയും എന്തെന്ന്, ഇക്കൊക്കെ ഇങ്ങനെ ലേഡീസിനോട് സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ് ആ ഇഷ്ടക്കുറവ്? അത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ ഞാൻ ഓക്കെ. ചോദിക്കും, ഇപ്പൊ നമുക്ക് ഒരുപാട് ബിസിനസ് ഉണ്ടാവും. അപ്പൊ ആ ബിസിനസ്സിൽ നമുക്ക് പലരുടെയും നമ്മൾ ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ നമ്മൾ സംസാരിക്കേണ്ട നമുക്കൊരു സിറ്റുവേഷൻസ് പലതും വരും. ഫോർ യെസ്. എക്സാമ്പിൾ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബിസിനസ്സിന് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ നമ്മളെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പൊ അത് നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ എന്റെ വൈഫിന് ഭയങ്കര പോസിറ്റീവ്നെസ് ആവും. അപ്പൊ ഞാൻ ചോദിക്കും, നീയും ഇതേപോലെ ഹോസ്പിറ്റൽ ഫീൽഡാണ്, ഇതേപോലെ നിന്റെ സ്റ്റാഫ് നിന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ അതും വിചാരിച്ച് നമ്മള് പലരും ഒരു എന്താ പറയുക ഒരു 75-80% മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും മനസ്സിലില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ആരോടും ഒരു പൊസസീവ്നെസ് തോന്നേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ യു ഗോട്ട് ഇറ്റ് ജംഷി. മൈ പോയിന്റ്? യാ, ഐ ഗോട്ട് യുവർ ഒന്നും പോയിന്റ്. ഈ ഒന്നും എനിവേ, മനസ്സിലായിട്ടില്ല താങ്ക് യു തോന്നുന്നു. ജംഷി. എനിക്ക് ജംഷിനോട് ഒരു പൊസസീവ്നെസ്സും ഇല്ല കേട്ടോ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, നമുക്ക് അടുത്ത ലൈവിൽ ആരാണ് കീപ് ഇൻ വരുന്നത് ടച്ച്. നോക്കാം. ജംഷി ഇനി കുറേ സംസാരിച്ച് നിങ്ങൾക്ക് പൊസസീവ് അടിക്കണ്ട. അടുത്തത് ആരാണ് ലൈവിലുള്ളത് നോക്കാം. ഒരു പാവം പ്രവാസി ലൈവിലോട്ട് സ്വാഗതം. ആൻഡ് ഒന്ന് ചിരിച്ചൂടെന്നോ എന്തുവാടേ ഇത്? ചിരിച്ചൂടെന്നാണോ എന്തുവാടേ ഇത്? ഓക്കെ, ഒരു പാവം പ്രവാസി ലൈവിലുണ്ടെങ്കിൽ പ്ലീസ് റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്, ലൈവിൽ ജോയിൻ ചെയ്യാം. ആൻഡ് അഗെയിൻ മൈസെൽഫ് ഐ ആം ഫ്രം ഇന്ത്യ കേരള. ദിസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. ബിസി ടോക്കിൽ ഇന്നത്തെ ടോപ്പിക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസസീവ്നെസ് ഒരു വെല്ലുവിളിയായിട്ടുണ്ട് പല ബന്ധങ്ങളിലും. എൻ്റെ പൊന്നോ, പൊസസീവ്നെസ് ഒരു സൈക്കോത്തരമായി മാറി പല ബന്ധങ്ങളും എനിക്കറിയാം. പക്ഷെ അതിന് പറയാ പൊസസീവ്നെസ് എന്നാ വല്ല സംശയരോഗം എന്നൊക്കെ വേറെ പേര് പറയണമെന്നൊക്കെ നമുക്ക് തോന്നും. ആക്ച്വലി പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ക്യൂട്ട് വികാരമാണെങ്കിൽ ഓക്കെ, മനസ്സിലായോ? വളരെ നമുക്ക് സഹിക്കബിൾ ആണെങ്കിൽ ഓക്കെ. പക്ഷേങ്കിൽ ചില ആൾക്കുള്ള സംശയരോഗങ്ങളൊക്കെ അവരങ്ങ് പറയും പൊസസീവ്നെസ് ആണെന്ന് പറയും. അത് ശരിയല്ല, അത് സംശയരോഗം വേറെ തന്നെയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, വാശി കാണിക്കുന്നത്, ഈഗോ കാണിക്കുന്നത്, ഇതൊക്കെ പൊസസീവ്നെസ് ആണെന്ന് പറഞ്ഞ് എത്രയോ റിലേഷൻഷിപ്പ് ഞാൻ കാണുന്നുണ്ട്. അപ്പം പൊസസീവ്നെസ് ഓവറോൾ ആവുന്ന ഏതെങ്കിലും ഗേൾസ് ഓർ ബോയ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. റിലേഷൻഷിപ്പ് അത്ര ഡെപ്ത് ആണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തോന്നിക്കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ബ്രേക്ക് ആകാം, ഒന്നിനും ഗ്യാരണ്ടി ഇല്ല അല്ലേ? ഓക്കെ, പല ലൈഫ് തകർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ബഷീറെ. പൊസസീവ്നെസ്സിന് എന്താ മലയാളത്തിൽ പറയാ? ഇപ്പോൾ ഓക്കെ ആയി. ഓക്കെ, ഫൈൻ. ഓക്കെ, വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, ഗേൾസിനാണോ കൂടുതൽ പൊസസീവ്നെസ് ഉള്ളത്? ഞാൻ നേരത്തെ ആരോ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ബോയ്സിനാണ് പൊസസീവ്നെസ്. ഈ വാക്ക് ഇങ്ങനെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സോ പൊസസീവ്നെസ് ബോയ്സിനാണ് കൂടുതലുള്ളതെന്ന് കേട്ടു. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഗേൾസിനാണ് ഉള്ളതെന്നാണ്. കാരണം
ഒരു റിലേഷൻഷിപ്പ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞു നമ്മൾ അച്ഛനും മക്കളും തമ്മിലുള്ള പൊസസീവ്നെസ്. യെസ്, ഐ ഹാവ് ദ എക്സ്പീരിയൻസ്. എൻ്റെ വീട്ടിൽ ഞാൻ ചെറിയ കുഞ്ഞാവുന്ന സമയത്ത്, ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മളെ കുടുംബത്തിലുള്ള വേറെ പിള്ളേർ താമസിക്കാൻ വരും വെക്കേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് പൊസസീവ്നെസ് ആയിരുന്നു എന്ന്. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വാശിയെന്നാണ് എൻ്റെ പാരൻസ് പറഞ്ഞത്. അപ്പം നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ താമസിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ആരോടും മിണ്ടുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ അമ്മ അതിൽ ഏതെങ്കിലും എൻ്റെ പ്രായമുള്ള പെൺകുട്ടികളെയോ എൻ്റെ പ്രായത്തിൽ മുതിർന്നതോ കുറഞ്ഞതോ എന്തോ ആയിക്കോട്ടെ, അവരെടുത്ത് അങ്ങ് കൊഞ്ചിക്കാനും അവരെടുത്ത് മോളെ ചോറ് കഴിച്ചു 2 ചിക്കൻ പീസ് ഇട്ട് തരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങ് പൊട്ടും മോനെ, അല്ല പൊട്ടും മക്കളെ. ഇത് പൊസസീവ്നെസ് ആയിരുന്നു അല്ലേ? ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്. പക്ഷെ ആ വേർഡ് ഇത്ര കാലമായിട്ടും ഞാൻ ഈ ലൈവ് എടുക്കുന്നത് വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? എനിക്ക് വാശിയായിരുന്നു. അത് അമ്മയോടുള്ളൊരു സ്നേഹം. അമ്മ ആരുടെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും അടുത്ത് എത്തുമ്പോൾ ഒരു പൊസസീവ്നെസ്. ഇത് സിസ്റ്റേഴ്സ് തമ്മിലുണ്ട്. എന്തടി ഉണ്ടാക്കിയാലും നമ്മൾ സിബ്ലിങ്സ് ആണോ, നമ്മളൊരു കെട്ടാണ്. ചേച്ചിയുടെ പഴയ ഡ്രസ്സ് ഉണ്ടോ, അത് അനിയത്തിക്കുള്ളതാണ്. അനിയത്തിക്ക് കൊടുക്കാതെ അത് വേറൊരാളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അടിയാണ്. അത് പൊസസീവ്നെസ് ആണ് അല്ലേ? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര അടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ക്ലാസ്സിലേക്കൊന്ന് പോയി നോക്കാം. എപ്പോഴും നമ്മളൊരു കാര്യം, ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മെമ്മറീസ് വരുന്നത് പഴയകാല ഓർമ്മകളാണ്. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഡെസ്കിന്റെ മുകളിലൊക്കെ പേര് എഴുതിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് പണ്ട്. ഞങ്ങൾക്ക് ആ സമയത്ത് 3 RAP എന്ന് പറഞ്ഞിട്ട് ഒരു 3 പെൺകുട്ടികളുടെ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വാഷ്റൂമിലാണെങ്കിലും ഡെസ്കിന്റെ മുകളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഈ പേര് എഴുതി വെക്കും. നമ്മൾ ത്രിമൂർത്തികളാണ്. അതിലേക്ക് ഒരു പെൺകുട്ടി വന്ന് കയറിയിട്ട് അതിന്റെ മുകളിലൊരു 1 ലെറ്റർ ആഡ് ചെയ്യാൻ പറഞ്ഞപ്പം ഫുള്ള് പൊസസീവ്നെസ്. പെൺപിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം നമുക്ക് റിക്വസ്റ്റ് അജു അഗെയിൻ അജു. ഓക്കെ, ഞാൻ ടോപ്പിക്ക് പറഞ്ഞ് വല്ലാതെ പ്രലോഭിപ്പിക്കുന്നുണ്ട് കഥകൾ പറയാൻ വേണ്ടിട്ട്. അജു പറ. നിങ്ങള് ആ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് ഒന്ന് പറഞ്ഞേ. പൊസസീവ്നെസ്. യെസ്, അതിന്റെ മലയാളം പറയാൻ അറിയെങ്കിൽ മാത്രം അടുത്ത പ്രാവശ്യം ടോപ്പിക് എടുത്താൽ. ഇല്ല, മലയാളം പറ, നീ പറഞ്ഞാല്. എനിക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്. ജെമിനിയോട് ചോദിക്കേണ്ടിരുന്നു നമ്മള്. അല്ല പറ, ലൈഫിൽ പൊസസീവ്നെസ് ഉള്ള ആളാണോ അല്ലേ? ഞാനോ? അതാ ഞാൻ ചോദിച്ചത്, അതിന്റെ മലയാളം കറക്റ്റ് പറയുന്നത്. അതിന്റെ മലയാളം ഒറ്റ വേർഡ് പറയാൻ എനിക്കറിയില്ല. ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം കമന്റ് ഫ്രണ്ട് ഓപ്ഷൻ എടുക്കുകയാണ്. പക്ഷേങ്കില് ആ ഒരു വികാരം എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയാം, നിർവചിക്കാൻ അറിയാം. നിങ്ങൾ പറഞ്ഞതൊന്നല്ല, നിങ്ങൾ പറഞ്ഞ പൊസസീവ്നെസ്. ഓക്കെ, പൊസസീവ്നെസ് എന്താണ്? പൊസസീവ്നെസ് എന്താണ് അതിന്റെ മലയാളം? നിങ്ങൾ അതിന്റെ മലയാളം പറ, എന്നിട്ട് അയ്യോ, പറയാം. മലയാളം വേർഡ് എനിക്ക് അറിയില്ല, സത്യമായിട്ടും അറിയില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ ഈ സബ്ജക്റ്റ് എടുക്കുമ്പോൾ അതാണ് സ്വാർത്ഥത. നിനക്ക് സ്വാർത്ഥത ഉണ്ടോ നിന്റെ ലൈഫില്? 100%. ഓ മൈ ഗോഡ് ജംഷി, താങ്ക് യു ഡിയർ, താങ്ക് യു. ജംഷി പറഞ്ഞ സാർത്ഥത അത് കറക്റ്റ്. ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞിട്ട് എന്റെ 2 പല്ലാ തള്ളിയത്. അയ്യോ, പറിക്കാനായ പല്ലൊക്കെ തെറിച്ചു പോയി. എനിവേ പറ, നിന്റെ ലൈഫിൽ നമുക്ക് പച്ച മലയാളത്തിൽ സംസാരിക്കാം. താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ സ്വാർത്ഥത ഉള്ള കൂട്ടത്തിലാണോ അല്ലയോ? ഞാൻ സ്വാർത്ഥതയുള്ള കൂട്ടത്തിലാണ്. ഏറ്റവും കൂടുതൽ ആരോടാണ് സ്വാർത്ഥത കാണിക്കാറ്? അല്ല, അതല്ല, അങ്ങനെയല്ല. സ്വാർത്ഥത പറഞ്ഞാൽ അയ്യോ അത് പറഞ്ഞാൽ അത് ഇതായി കഴിഞ്ഞ പ്രശ്നമാണ്. പിന്നെ നിങ്ങൾ ഇതൊക്കെ യൂട്യൂബിൽ അതൊക്കെ ഇടുന്നുണ്ട്, ഒന്നും പറയാനും പറ്റില്ല. ഓക്കെ, താങ്ക് യു അജു. നമുക്ക് റിക്വസ്റ്റ് ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഓക്കെ മേഡം, ഞാൻ കണ്ടോളാം ആയിരുന്നിട്ട്. ഓക്കെ ജംഷി, ഫസ്റ്റ് താങ്ക് യു കേട്ടോ. മലയാളം വേർഡുകളൊക്കെ അറിയാം, അതിന്റെ ഇംഗ്ലീഷ് വേർഡിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ ആണ്. സ്വാർത്ഥത. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് സൂഫിന്റെ ഗെയിം. ആദ്യമായിട്ടാണ് ലൈവിൽ വരുന്നത് തോന്നുന്നു. നമുക്ക് നോക്കാം ആരാണ്. യെസ്, ഹലോ, കേൾക്കുന്നുണ്ടോ? യെസ്, ഹായ്. കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. ഹായ്, നമസ്കാരം. ഓക്കെ, ഞാൻ പച്ച മലയാളം പറയുള്ളൂ കേട്ടോ. എനിക്ക് ഇംഗ്ലീഷ് വേർഡൊന്നും അറിയില്ല, അപ്പൊ അതുകൊണ്ട് മലയാളം എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. ഓക്കെ, സ്വാർത്ഥത എന്താണ് നിങ്ങളുടെ ടോപ്പിക്? മീൻസ് എന്താണ് ഇന്നത്തെ സബ്ജക്ട്? എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ്? സ്വാർത്ഥതയാണ്.
സ്വാർത്ഥത. ഈ സ്വാർത്ഥത എന്താണ് നിങ്ങൾ സ്വാർത്ഥതയും ഉദ്ദേശിക്കുന്നത്? ബന്ധങ്ങളും. ആസ് എ ഹോസ്റ്റ് എന്ന നിലയ്ക്ക് സ്വാർത്ഥത എന്താണ് മീനിങ്സ്? നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ അതിനെ കുറിച്ചിട്ട്? ഒരു മിനിറ്റ്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ടോപ്പിക് എടുക്കുന്ന ആളാണ്. ഒരു ടോപ്പിക്കിനെ കുറിച്ചും പഠിച്ചു നോ വന്നല്ല നോ 1 നോ hour നോ ഇഷ്യൂ നോ സംസാരിക്കുന്നത്. ഇഷ്യൂ നോ ഇഷ്യൂ നോ ഇഷ്യൂ. ഞാൻ എനിക്ക് ചോദിക്കുന്നത് ആസ്കിംഗ് ഫോർ യു. സാഹചര്യങ്ങളുമായിട്ട് ഞാൻ കണക്ട് ഇംഗ്ലീഷും പറയും. ചെയ്തിട്ട് സ്വാർത്ഥതയും ബന്ധവും എന്നുള്ള അങ്ങനെയല്ല ടോപ്പിക്കുമായി അങ്ങനെയല്ല. സംസാരിക്കും. പബ്ലിക്കിനോട് നിക്ക് ഒരു മിനിറ്റ്, ഇറ്റ്സ് മീ റാസ്ക്. നിങ്ങൾ പബ്ലിക്കിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയും ബോധ്യവും ബോധമൊക്കെ വേണം. അത് ഓക്കെയാണോ? താങ്കൾ ഓക്കെയാണോ? ഓക്കെ. സൂഫി ആൻഡ് രേഖ എന്താ പേര്? യെസ്, രേഖ. യെസ്, സൂഫിയും ഓക്കെ. രേഖയും. യെസ്. ഓക്കെ സൂഫി, താങ്കളുടെ സൗണ്ടിൽ നല്ല ചോദിച്ചോളൂ. പരിജ്ഞാനം ഉണ്ട്. ഇതൊരു എന്റർടൈൻമെന്റ് മാത്രമാണ്, അല്ല, ഇതിലൊരു പരിജ്ഞാനം ഇൻഫർമേഷൻ ഇല്ല. അത് വിടൂ, അതൊക്കെ വിടൂ. നിങ്ങൾ ഓക്കെ. പറയൂ, എന്താണ് നിങ്ങളുടെ ടോപ്പിക് മെത്തേഡ്? അത് നമുക്ക് വലിയ ഗ്രാജുവേഷൻ ഒന്നുമല്ല, പാവപ്പെട്ടവനാണ്, പറഞ്ഞോളൂ. ഓക്കെ ശരി. നമ്മുടെ ടോക്ക് ഷോയില് ഇന്നത്തെ ടോപ്പിക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർവചനങ്ങൾ, ഒരു മിനിറ്റ്, നിർവചനങ്ങളല്ല പറയുന്നത്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക് സെക്ഷൻ ആണ്. നിങ്ങളുടെ വ്യൂ ഓഫ് പോയിന്റിൽ സംസാരിക്കുന്നതാണ്. അതായത് എന്റെ ലൈഫിലുള്ള സ്വാർത്ഥതയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? യെസ്. ഓ, അതെങ്ങനെയാ പബ്ലിക്കില്? ഇപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഫോർ ഒരു ഉദാഹരണം, എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവില്ലേ? ഓക്കെ, ഓക്കെ. ഞാൻ സ്വാർത്ഥത മീൻസ് എന്ന് പറയുന്ന ഒരാളുടെ പബ്ലിക് ഇതിലേക്ക് കയറി ചെല്ലാൻ അതിന് ഇടം കൊടുക്കണ്ട. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. സ്വാർത്ഥത അത് ടോപ്പിക്കേ തെറ്റാണ്. ടോപ്പിക്കേ തെറ്റാണ്. റാസ്ക് റാസ് അല്ല റാക്ക്. റാക്ക് ഇറ്റ്സ് മീ റാക്ക്. ഓക്കെ Yes, ഓക്കെ, നോ it's me, പ്രോബ്ലം. Rack. അതായത് നിങ്ങളുടെ ഈ ടോപ്പിക്ക് തന്നെ ഇറ്റ്സ് ഡേഞ്ചർ മെത്തേഡ്. അതായത് ടോപ്പിക്കിനെ ഒരു അർത്ഥശൂന്യമായിട്ടുള്ള എവിടെയോ നമുക്ക് എന്താ പറയാ അതിന്, നോ വേ. സോറി അപ്പൊ ഫോർ അതുകൊണ്ട് ബോദറിംഗ്, താങ്കൾ ഈ സോറി ഫോർ ഡിസ്റെസ്പെക്ട്. ആക്ച്വലി ഞാൻ ഡിസ്കണക്ട് ചെയ്യാണ്, ബിക്കോസ് Yeah. ദിസ് ഈസ് നോട്ട് എ സ്കൂൾ, ദിസ് ഈസ് ഓൺലി വൺ ടോക്ക് ഷോ. ടോക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പബ്ലിക്കിന്റെ അടുത്തും ഞാനായിട്ട് ഇൻബോക്സിൽ പോയിട്ടോ ഞാനായിട്ട് അവരുടെ പ്രൈവസിയിലേക്ക് ചൂഴ്ന്ന് കയറി ഞാൻ ഇറങ്ങാറില്ല. എന്റെ ടോക്ക് ഷോ ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞാനാണ് ക്യാമറ ചെയ്യുന്നത്, ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്, ഞാനാണ് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നത്. സോ ഈ ടോപ്പിക്ക് രസകരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ വന്ന് സംസാരിക്കാം. ഓക്കെ, വീണ്ടും പറയണം, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എനിക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ലൈവ് ടോപ്പിക് എടുത്തിട്ട് 1 hour എല്ലാ ദിവസവും ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കോൺഫിഡൻസ് മാത്രമാണ്. ലൈവ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പല പൊട്ടത്തരങ്ങളും പറയാറുണ്ട്, പക്ഷേ ഇത് ഒരു ഇൻഫർമേഷൻ പാസിംഗ് ലൈവ് സെക്ഷൻ അല്ല. ഓൺലി എന്റർടൈൻമെന്റ് ഡിയർ, ദർ ഇസ് നോ ഇൻഫർമേഷൻ, നോ ഡിബേറ്റ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. എനിവേ, ഡെയിലി വെല്ലുവിളികൾ ഉണ്ടാകും, ഇനിയും വെല്ലുവിളികൾ ഉണ്ടാകും, പക്ഷെ ഞാൻ വളരും, എൻ്റെ ലൈവ് വളരും. നിങ്ങൾ അന്നും വന്ന് വാച്ച് ചെയ്യണം, അന്നും. പിന്നെ നമ്മൾക്ക് അറിയാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ ഇപ്പം പഠിക്കാൻ സമയമില്ല. സ്വാർത്ഥത. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്തത് ആരാണ് ഗസ്റ്റ് വരുന്നത് നോക്കാം. ഷാൻ. ഇനി ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും, പക്ഷെ ഞാൻ ഇനിയും ഗസ്റ്റ് എടുക്കാം. എനിവേ, ഷാൻ കേൾക്കുന്നുണ്ടോ? Okay, myself Rack, I am from India, Kerala. This live session we can call BC Talk. BC Talk 10 മണി മുതൽ 11 മണി വരെയാണ്. എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഓരോ ദിവസവും ഓരോ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് വിരോധമോ എന്താ പറയുക, വിരോധമാണോ, മൈ ഗോഡ്, മലയാളം കംപ്ലീറ്റ് ഇപ്പം മറന്നുപോയി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തിരുത്താൻ നിൽക്കണ്ട, പിന്മാറുക. എനിക്ക് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള റിക്വസ്റ്റ് ആണ്. തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസി ടൈം വേസ്റ്റ് ആകും, എൻ്റെ ബിസി ടൈം വേസ്റ്റ് ആകും. സോ എല്ലാവരുടെ അടുത്തും പറയാണ്, നമ്മുടെ ചുറ്റുപാടും പല കാര്യങ്ങളും നടക്കും. ഞാൻ വീണ്ടും പറയുന്നു, പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടും നടക്കും. ഈ ലൈവ് കാണുന്ന ഓരോരുത്തർക്കും ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മൾ ഇത്രയും കൂളായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫ് കൂളായിട്ട് എടുക്കാൻ പഠിക്കുക. ആദ്യം നമ്മൾ ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള അവസരങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ കാണുന്ന എല്ലാം തെറ്റായിട്ട് തോന്നും. ചൂണ്ടിക്കാട്ടാനേ നേരെ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഡ്രസ്സിങ് പ്രശ്നം, ചിലർക്ക് പല്ല് കാണുന്ന പ്രശ്നം, ചിലർക്ക് കൈ കാണുന്ന പ്രശ്നം, ചിലർക്ക് കണ്ണ് എഴുതാത്ത പ്രശ്നം, കണ്ണ് എഴുതിയ പ്രശ്നം. എന്തു അത്, ഈ ലോകത്തിന് ഇത് എന്തു പറ്റി? എനിവേ, ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഇന്നത്തെ ടോപ്പിക് പൊസസീവ്നെസ്. ഓക്കെ, അപ്പൊ കൂൾ ഡൗൺ, ഓഫ് കോഴ്സ് കൂൾ ഡൗൺ, കൂൾ ബോ, പ്രശ്നമില്ല. പക്ഷെ ആളെ സൗണ്ട് നല്ലതായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു ക്രെഡിറ്റ് അല്ല, സത്യമാണ്, പരിജ്ഞാനമുള്ള ഒരാളാണ്. സാറിന് എന്തെങ്കിലും രീതിയിലുള്ള, ഏതോ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാറാണെന്ന് അറിയില്ല, സോ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ മൈസെൽഫ് സോറി. ഓക്കെ, റെസ്പെക്ട് കാണിച്ചാൽ റെസ്പെക്ട് തിരിച്ചു കാണിക്കാം. യെസ്, എന്താണിത്? ഓക്കെ, ബൈ. പറ്റും, നല്ല ടോപ്പ് ഉള്ള ആളുകൾ വന്ന് ഇറക്കിയിടും. അങ്ങനെയല്ല, സോറി സൂഫി എൻ്റെ രേഖ. എല്ലാ സ്ഥലങ്ങളിലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾക്ക് നമ്മളതായ ഒരു സ്ഥലം ഉണ്ടാകും അല്ലേ? നമ്മളതായ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവും, ഒരു ബ്രാൻഡ് ഉണ്ടാക്കും. നിങ്ങളടുത്ത് എല്ലായിടത്തും പറയും, ടോപ്പിക്കിൽ നമ്മൾ തിന്നി മാറില്ല, നിങ്ങൾ പൊസസീവ് അടിക്കരുത്.
ഒരു കാര്യം പറയാം, എല്ലാവർക്കും അവരുടേതായ ഒരു മേഖല ഉണ്ടാകും. ആ മേഖലയിൽ നമ്മൾ വളം ഇടും, വളം വലിച്ചെടുക്കും, വളരും. എന്നാൽ കള വന്ന് എന്ത് ചെയ്യും? പറിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടത്തരായി പോവില്ലേ? പക്ഷെ വളരെ മാന്യമായ രീതിയിലാണ് പറിച്ചിടുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ടോപ്പിക് എന്താണ്? നമ്മുടെ ടോപ്പിക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ് എന്നുള്ളൊരു ടോപ്പിക് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൈവസി ആണ്. എന്നാൽ പോലും ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫണ്ണി ആയിട്ടുള്ള എലമെന്റ്, കൂൾ ആയിട്ടുള്ള എലമെന്റ്, എന്റർടൈൻമെന്റ് ആയിട്ടുള്ള എലമെന്റ് സംസാരിക്കാൻ ഓക്കെ ആണെങ്കിൽ പ്ലീസ് ഡു കമന്റ്, പ്ലീസ് ജോയിൻ, ഗസ്റ്റ് ആയിട്ട് വരാം, സംസാരിക്കാം. ഓക്കെ, അപ്പം വേറെ എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി എന്നിരിക്കുന്നു. ആരും എന്നോട് പൊസസീവ്നെസ് കാണിക്കരുത് കേട്ടോ, കുറച്ചുകൂടെ വളരട്ടെ. ഓക്കെ, വേറെ എന്താണ്? ഇവിടെ മുകളിലോട്ട് നോക്കി കിടക്കുന്നത് നമുക്ക് ബിസിന്റെ ഇല്ല ജോ, നിനക്ക് നിന്റേതായ സമയം വരും, നിനക്ക് നിന്റേതായ സമയം വരും ദാസ. ഓക്കെ, നീ പേടിക്കണ്ട. 11 മണിക്കൊന്നുമില്ല, 11 മണിക്ക് പിന്നെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയ ടോപ്പിക് ഇല്ല. ഏയ് മാൻ, ആദ്യമായിട്ടാണ് ലൈവ് വാച്ച് ചെയ്യുന്നത്. നമ്മുടെ ലൈവ് സെഷൻ ഡെയിലി 10 മണി മുതൽ 11 മണി വരെയാണ്. ഓരോ ദിവസം ഓരോ ടോപ്പിക്കാണ്. പിന്നെ വീണ്ടും ഒരു കാര്യം പറയാണ്. ഓക്കെ, നമ്മൾക്ക് ഒരു കാര്യം പറയാം. നമ്മുടെ ലൈവ് സെഷനിൽ ഡെയിലി ഓരോ ടോപ്പിക് എടുക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറേ ഉള്ളൂ. വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് ഡെയിലി കാണുന്നവർക്കറിയാം, ഒരൊറ്റ കോൺഫിഡൻസിന്റെ മുകളിൽ മാത്രമാണ് ഞാൻ സംസാരിക്കാറ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ ഡിമാൻഡ് ചെയ്യാറില്ല. പക്ഷെ ടോക്ക് ഷോ ആണ്, സംസാരമാണ് ഇമ്പോർട്ടൻറ്റ്. സംസാരിക്കാൻ കഴിവുള്ളവർ വന്ന് സംസാരിക്കാൻ കോൺഫിഡൻസ് ഉള്ളവർക്ക് വന്ന് സംസാരിക്കാം. പക്ഷെ അത് മറ്റുള്ളവരെ നിന്ദിക്കുന്ന രീതിയിലാവരുത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം, ആ ഒരു ടോക്ക് ഷോ ആയിട്ട് മാത്രം കാണുക. നിങ്ങൾക്ക് ഇതിലൊരു ഇൻഫർമേഷൻ കണ്ടന്റ് ഇല്ല. പ്ലീസ് ടു ബി വാർണിംഗ്. ഇൻഫർമേഷൻ പാസ് ചെയ്യാറില്ല. അതുപോലെ നിങ്ങൾക്ക് ഡിബേറ്റ് നടത്താനുള്ള സ്ഥലമല്ല. എനിവേ, എന്നും പറയുന്ന പോലെ പറയാണ്, 10K ഫാമിലി ആയിക്കഴിഞ്ഞാൽ 10K ഫാമിലി ആയിക്കഴിഞ്ഞാൽ ഈ ലൈവ് വാച്ച് ചെയ്യുന്നവർക്ക് ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവേഴ്സിന് ഞാൻ എൻ്റെ വക ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും പറയുന്നു, ബെസ്റ്റ് ടോക്കർ, ബെസ്റ്റ് കമന്റർ, വീക്ക്ലി വ്യൂവർ. അപ്പം 10K ഫാമിലി ആവാൻ വേണ്ടി ഇൻഷാല്ലാ സെറ്റ്. iPhone 18 വേണ്ട മോനെ, വേണ്ട. ഞാൻ തന്നെ ഇവിടെ 17 നിൽക്കുകയാണ്. നീ 18ലേക്ക് കയറും. കള്ളക്കാമുകൻ. എന്തുണ്ട് വിശേഷം? ഓക്കെ, വേറെ എന്താണ്? പേടിയാകുന്നു. സാർ ഓൾറെഡി റിക്വസ്റ്റിലുണ്ട്, പക്ഷെ വേണ്ട. എനിക്ക് വേറെ ഒരു കാര്യം നിങ്ങളടുത്ത് എല്ലായിടത്തും പറയാനുള്ളതാണ്. നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ പൊസസീവ്നെസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ സംസാരിച്ചു തുടങ്ങി. ആക്ച്വലി ആ ടോപ്പിക് ആരാണ് എനിക്ക് സജസ്റ്റ് ചെയ്തതെന്നല്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ടോപ്പിക്കായിരുന്നു. കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് നടക്കുന്നുണ്ട്, പൊസസീവ്നെസ് നടക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ നമ്മൾ കാണുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കുള്ള അനുഭവങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അനുഭവങ്ങൾ, നിർവചനങ്ങളല്ല, അനുഭവങ്ങൾ. നിങ്ങൾക്ക് ചെറിയ അനുഭവങ്ങൾ വളരെ സാധാരണക്കാർക്ക് വന്ന് സംസാരിക്കാനുള്ള, സാധാരണക്കാരെന്ന് ഉദ്ദേശിക്കുന്നത് മൈക്കെടുക്കാൻ പോലും പേടിയില്ല, അല്ലെങ്കിൽ മൈക്കെടുത്ത് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടോയെന്ന് വെച്ചാൽ താല്പര്യമുണ്ട്. പക്ഷെ ഉള്ളിനുള്ളിൽ ഇതുപോലുള്ള പേടി. എന്ത് പേടിയെന്നറിയാവോ? നമ്മൾ മലയാളികൾക്കുള്ള പ്രശ്നം എന്താണെന്നറിയാവോ? ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഗ്രാമർ മിസ്റ്റേക്കിന് കളിയാക്കുന്ന ആളുകളെ ഒരു കൂട്ടം പേടിയായിരുന്നു. ഇതുപോലെയാണ് എന്ത് കാര്യം പറയണമെങ്കിലും ഉള്ളിലുള്ള കാര്യം പോലും മറന്നു പോകുന്നത്. നല്ല ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ളവന് പോലും മറന്നു പോകുന്നത് എന്താണെന്നറിയോ? പേടിയാണ്. മറ്റുള്ളവർ എന്ത് പറയും? കുറ്റം കണ്ടാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കൂട്ടം സൊസൈറ്റി ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ പേടിച്ചിട്ടാണ്. സോ മറ്റുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പാരവെപ്പ് നിർത്തുക. ഓക്കെ, എനിവേ, വേറെ എന്താണ്? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക. 11 മണിക്ക് നമുക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. യെസ് പ്രഫീൻ, എന്തുണ്ട്? എന്താണ് KKR? UMP അല്ലടാ, അതിന്റെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, എന്നല്ലേ പറയാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ തന്നെ പറ. ഞാൻ ആരും ഫോളോ ചെയ്യില്ല. ഞാൻ നിന്നോട് തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞോ? ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞോ? ഇതിന് ഓൾറെഡി കൊടുത്ത ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അതൊന്നുകൂടെ കേട്ടാൽ മനസ്സിലാകും. എൻ്റെ ടിക്ടോക്കിൽ ഫുള്ളൊന്ന് സ്ക്രോൾ ചെയ്താൽ മനസ്സിലാകും. റീസൺ അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസൺ അറിയാത്തവർക്ക്, ഓൾറെഡി എൻ്റെ ലൈവ് ഡെയിലി വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും എന്താണ് റീസൺ എന്നുള്ളത്. ആദ്യമായിട്ട് ലൈവിൽ കയറിയിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ മോനൊരു കാര്യം ചെയ്യും, 10K ആവാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് നീ തന്നെ ID മാറ്റിയിട്ട് ഇവിടെ വന്നിട്ട് സമ്മാനം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ആൾക്ക് സമ്മാനം കിട്ടുന്ന നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിൽ ഇപ്പം ഈ പറഞ്ഞ 24 ഡയമണ്ട് അടിച്ച നിൻ്റെ അടുത്തുനിന്ന് പോലെ ഒരു ഗിഫ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് ഗിഫ്റ്റേഴ്സ് വന്നാലും ഗിഫ്റ്റ് തരാത്തവർ വന്നാലും എനിക്ക് ഓൺലി വ്യൂവേഴ്സാണ്. അല്ലാതെ നിനക്ക് 24 ഗിഫ്റ്റ് അടിച്ചതിൻ്റെ ജാട ഉണ്ടാവും, അഹങ്കാരം ഉണ്ടാവും. കാരണം നീ പല പെണ്ണുങ്ങളടുത്തും പോകുന്ന സമയത്ത് അവിടുന്ന് റെസ്പെക്റ്റ് കിട്ടുന്നുണ്ടാകും. ഗിഫ്റ്റേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അത് ഇവിടെ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ എല്ലാവരും വ്യൂവേഴ്സാണ്. ഓക്കെ, വേറെ എന്താണ്? ഷൈൻ, ഇവിടെ ഞാൻ വരുന്ന എല്ലാ കമൻസും ഞാൻ വായിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ മാന്യത വേണം. എന്താ നിയാസ് എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഗുഡ് ഈവനിങ്, എന്താണ്
സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും നടന്നിട്ടില്ല. യുനോമി നിയാസ് ലൈവിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ബാക്ക് അടിച്ചിട്ട് നിന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ലൈവ് കഴിഞ്ഞിട്ട് ഇൻബോക്സിൽ വന്നാൽ ചിലപ്പോൾ അക്കൗണ്ട് ചെക്ക് ചെയ്താൽ മനസ്സിലാവുമായിരിക്കും. എനിവേ വേറെ എന്താണ് പ്രഫീൻ, എല്ലാവർക്കും ഓക്കെ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. റാക്കിൽ എവിടെയാന്നല്ല, എൻ്റെ പേരാണ് ആറക്കെ. ഓക്കെ, ലൈവിൽ ആദ്യമായിട്ടാണ് അല്ലേ? ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ഡാർക്ക് സൈഡ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക്ക് പൊസസീവ്നെസ് ആണ്. പിന്നെ കമൻറ്റ് വന്ന എല്ലാ കമൻറ്റും നമ്മൾ വായിച്ചു പോകും ഓട്ടോമാറ്റിക്കലി. പക്ഷേ അതിനാണ് നിങ്ങളെടുത്ത് പറഞ്ഞത് ഒരു ടോക്ക് ഷോ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, ഗസ്റ്റായിട്ട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ നേരെ നോക്കിയിട്ട് സംസാരിക്കുന്ന സമയത്ത് പല കമൻസും നല്ല കമൻസ് പോകുന്നുണ്ട്, ബാഡ് കമൻസ് വായിക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം കമൻസ് ആണ്, എല്ലാം കമൻസ് അല്ലേ? ഒരു ഹോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ വരും. ഹോസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാവോ? ഒരു ക്വാളിറ്റി എന്താണെന്ന് അറിയാവോ? സിറ്റുവേഷൻ ഹാൻഡ്ലിങ് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഹോസ്റ്റിന് വേണ്ടതാണ്. സൗന്ദര്യമില്ലെങ്കിലും അത് വേണടാ, മനസ്സിലായില്ലേ? മുഖം മറിച്ച് നിന്ന് സംസാരിക്കാൻ ആർക്കും പറ്റും. മുഖത്ത് പ്രത്യേകതര എക്സ്പ്രഷൻ ചേഞ്ച് ഒന്നും വരുത്താതെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു കഴിവാണ്. ആ കഴിവ് എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങളും വിശ്വസിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ പൊസസീവ്നെസ് വരുന്ന ആരും വിചാരിക്കേണ്ട. ഓക്കെ, വേറെ എന്താണ്? സൂഫിനി രാഗിനി ഓൾറെഡി ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണ്. ഇനിയും ഈ ലൈവിൽ നിന്ന് ഫുള്ള് ലൈവ് വാച്ച് ചെയ്യാൻ 11 മണിയുടെ ലൈവ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇൻബോക്സിൽ വന്നിട്ട് ചാറ്റ് ചെയ്ത് നിൽക്കണ്ട, നോക്കില്ല. അപ്പോൾ എന്തെങ്കിലും പറയേണ്ട അവിടെ കമൻറ്റ് ചെയ്തു, പക്ഷെ ഞാൻ വായിക്കില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ ലൈവ് സെഷൻ ഞാൻ വീണ്ടും പറയാണ്, 10 മണി മുതൽ 11 മണി വരെയുള്ള ഈ ലൈവ് സെഷൻ മൈസെൽഫ് റാക്ക് ഫ്രം ഇന്ത്യ കേരള. ദീസ് ലൈവ് സെഷൻ വി കൻ കോൾ ബിസി ടോക്ക്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്. നമ്മുടെ രണ്ടുപേരുടെയും നമ്മുടെ എല്ലാവരുടെയും ബിസി ലൈഫിനിടയിലുള്ള ഒരു എന്റർടൈൻമെന്റ്, പരസ്പരം സംസാരിക്കാനുള്ള ഒരു ടോക്ക് ഷോ മാത്രമാണ് ബിസി ടോക്ക്. ദർ ഈസ് നോ ഡിബേറ്റ്. ഡിബേറ്റിനുള്ള സമയമില്ല, വെറും എന്റർടൈൻമെന്റ് മാത്രം. പൊട്ടത്തരാണെങ്കിലും മക്കളെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്ത് പറയണമെങ്കിലും എന്ത് ബോധത്തോടു കൂടി സംസാരിക്കണമെങ്കിലും വന്ന് സംസാരിക്കാം. പേടിക്കേണ്ടത് സമൂഹത്തെയല്ല, നമ്മൾ പറയുന്ന പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് പൊട്ടത്തരാണെന്ന് 10 ആൾ പറയുന്നുണ്ടെങ്കിലും ഉറച്ച് വിശ്വസിച്ചോ, സത്യമാണ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, വേറെ എന്താണ്? എൻ്റെ റിയൽ ഐ ഡി നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. എനിക്ക് തോന്നി ഒരു ഐ ഡിന്ന് ബ്ലോക്ക് ചെയ്തതിനെ കൊണ്ട് എനിക്ക് വേറെ ഐ ഡിന്ന് വന്നതെന്ന്. എനിവേ എന്താണ്? അഡിക്റ്റ് ആയോന്നോ? പ്രതീഷ്, താങ്ക് യു പ്രതീഷ്, താങ്ക് യു ഫോർ ദ കെയറിങ്. ആൻഡ് ഞാൻ പറയാം, ആക്ച്വലി ഞാൻ ആകെ ടിക്ടോക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ലൈവ് ചെയ്യുന്നത് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ലൈവ് ചെയ്യുന്ന ഒരേ ഒരു ടൈം 10 മണി മുതൽ 11 മണി വരെയാണ്. ഇത് അഡിക്റ്റഡ് ആയിട്ടല്ല, ഇതൊരു ടോക്ക് ഷോ ആയിട്ട് ഞാൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഗൂഗിൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി അക്കൗണ്ട് തുടങ്ങി, ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങി, എൻ്റെ ടിക്ടോക്കിൽ അക്കൗണ്ട് തുടങ്ങി, യൂട്യൂബിൽ അക്കൗണ്ട് തുടങ്ങി. സോ ഇറ്റ്സ് ലൈക്ക് എ ടോക്ക് ഷോ, റോക്കിംഗ് ഷോ ഓൺലി. ഇറ്റ്സ് നോട്ട് എ അഡിക്ഷൻ. ഒന്നിനോടും അഡിക്ഷൻ ഞാൻ വെക്കാറില്ല. ഇതൊരു ഇൻകം ജനറേഷൻ ആണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള രീതിയിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കരിയർ ആണെങ്കിലും സ്കിൽസ് ആണെങ്കിലും മണി ആണെങ്കിലും അതിനുള്ള ഒരു കോൺസെപ്റ്റ് എൻ്റെ തലയിൽ ഓൾറെഡി ഉണ്ട്. ഐ എം എ പ്രോഗ്രാം ഡിസൈനർ. എനിക്ക് ഓൾറെഡി മലനാട് TV ചാനലിൽ പ്രോഗ്രാം ഡിസൈനർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സോ എൻ്റെതായ ബ്രാൻഡ്, എൻ്റെതായ ഷോ ആണ് ഞാൻ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബിസി ടോക്ക്. ഓക്കെ, സോ ഇതൊരു അഡിക്ഷൻ അല്ല. താങ്ക് യു ഫോർ ദ കൺസേൺ. ആൻഡ് നമുക്ക് ഇത് വലിയൊരു ഷോ ആയിട്ട് അധികം വൈകാതെ കാണാൻ പറ്റും. ഓക്കെ, വേറെ എന്താണ്? ഓക്കെ, ഇനി എന്താണ്? വേറെ എന്താണ്? ഓക്കെ, ഫൈൻ. സോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ പൊസസീവ്നെസ് എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, എൻ്റെ പൊന്നോ, ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ്സിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് ഓർമ്മകളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങൾ. നമ്മൾക്ക് വിവരമില്ലാത്ത പ്രായത്തിൽ എപ്പോഴും നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാകും അല്ലേ? എപ്പോഴും നമുക്ക് ഗ്രൂപ്പുകളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടാകും. മേ ബി നല്ല ആളുകളാണെങ്കിൽ ഉണ്ടാകും, അല്ലാണ്ട് ഒറ്റക്കുറുക്കനായിട്ട് ജീവിച്ചവരോടൊന്നും പറയാനില്ല. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പുകളിൽ അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റൻഷൻ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വല്ലാത്ത രീതിയിൽ പൊസസീവ്നെസ് ആവും. പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ കാര്യമാണ് പറയുന്നത്. എനിക്ക് തരാതെ നീ അവക്ക് കൊടുത്തു, അവക്ക് തരാതെ ഇവക്ക് കൊടുത്തു, ഇങ്ങനെയുള്ള കുട്ടി കുട്ടി വാക്കുകളിലും ഈ പൊസസീവ്നെസ് കാണാറുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു തരത്തിലുള്ള ഒരു കണക്ഷൻ അല്ലേ? നമ്മളോട് ഒരുപാട് സ്നേഹമുള്ള ആളുകളാണ് പൊസസീവ്നെസ് കാണിക്കുന്നത്. ഓക്കെ, സാത്താൻ, ഇന്നത്തെ ടോപ്പിക്ക് പൊസസീവ്നെസ് ആണ്. ഓക്കെ, സോ ഞാൻ പറയുന്നു, ഇതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓവർ സ്നേഹമാണോ, അറ്റൻഷൻ സീക്കിംഗ് ആണോ? എന്തായിരിക്കും പൊസസീവ്നെസ്സിനുള്ള കാരണങ്ങൾ? പലയിടത്തും പല കാരണങ്ങളാണ് അല്ലേ? അപ്പം നമുക്ക് ഒരാളോട്, എനിക്ക് ഒരു പയ്യനോടോ ഒരു സ്ത്രീയോടോ എന്തോ ആവട്ടെ വല്ലാത്ത സ്നേഹമുണ്ട്. ആ ആളെ
മറ്റൊരാളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എനിക്ക് എന്തോ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ആകാം, ആള് സംശയമാകാം, അല്ലേ? എന്തോ ഒരു പ്രശ്നം, പൊസസീവ്നെസ്, ഓവർ സ്നേഹമാകാം, അറ്റൻഷൻ സീക്കിംഗ് ആവാം, അതല്ലേ? ഓക്കെ. ആൻഡ് യെസ് സനിൽ, താങ്ക് യു സനിൽ. ഈസ് പൊസസീവ്നെസ് ഗുഡ് ഓർ ബാഡ്? ഇറ്റ്സ് ഡിപ്പെൻഡ് ദ സിറ്റുവേഷൻ ഡിയർ. ഓക്കെ ആക്ച്വലി വെയിറ്റ് സാത്താൻ, ഞാൻ പറയട്ടെ, സാത്താൻ്റെ ആ ക്വസ്റ്റ്യൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഡിപ്പെൻഡിങ്. പൊസസീവ്നെസ് കാണിക്കുന്നവർക്ക് ഗുഡും ബാഡും തിരിച്ചറിയാൻ പറ്റൂല. എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ എനിക്കത് ഗുഡാണോ ബാഡാണോ എന്ന് തിരിച്ചറിയാൻ പറ്റൂല. പക്ഷേ അതാരാണോ അനുഭവിക്കുന്നത് അവനറിയാൻ പറ്റും, അല്ലേ? അപ്പം ഞാൻ സാത്താനെ അഗാധമായിട്ട് പ്രണയിക്കുകയാണ്. ഓക്കെ, അതിൽ എനിക്ക് ഭയങ്കര പൊസസീവാണ്. സാത്താൻ ഒരാളെടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു സൈക്കോ പൊസസീവ്നെസ് ഉണ്ട്. പക്ഷെ എനിക്കത് ഗുഡോ ബാഡോ ആവുക എന്നുള്ളത് ഓൾവേസ് ഗുഡ് ആയിരിക്കും. എനിക്ക് അത് അനുഭവിക്കുന്ന സാത്താനായിരിക്കും ബാഡാണോ ഗുഡാണോ എന്നുള്ളത്, അതായത് അനുഭവിക്കുന്ന ആൾക്കനുസരിച്ചിട്ടല്ലേ? അങ്ങനെയാണോ അല്ലേ? പിന്നെന്താണ്? പക്ഷെ ഫേസ് ചെയ്യുന്നവർക്ക് ഫീൽ കിട്ടുമല്ലോ എന്നോ? ഓക്കെ, ഇത് ഞാൻ വേറൊരു കാര്യം പറയാം. ആക്ച്വലി ചില റിലേഷൻഷിപ്പിൻ്റെ കാര്യം എടുക്കുകയാണ്, പ്രണയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടിക്ടോക്ക് വീഡിയോസ് അല്ലെങ്കിൽ കുറേ സീരീസിലൊക്കെ കാണാം. പൊസസീവ് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റുമായിട്ടുള്ള സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറിയൊരു രീതിയിലൊരു കോട്ട് പറയും, അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ സംശയം നമുക്ക് തന്നെ തോന്നുന്ന രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ, അത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിലും കെയർ ആണെങ്കിലും ലവ് ആണെങ്കിലും എല്ലാം ഉണ്ടെങ്കിലും, കാമുകൻ കാമുകിയോട് പൊസസീവ്നെസ് കാണിച്ചിട്ടില്ലെങ്കിൽ കാമുകിക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഡൗട്ട് വരും, എടി അവൻ തീരെ പൊസസീവ്നെസ് കാണിക്കുന്നില്ല, അവനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ചില ആളുകൾക്ക് പൊസസീവ്നെസ് ഇഷ്ടമാണ്, റിലേഷൻഷിപ്പിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒട്ടും കെയർ ചെയ്യാത്ത പോലെ ഫീൽ ചെയ്യും. ആണോ? എന്താണ് ഈ നല്ല റിലേഷൻഷിപ്പ് ഇൻ ടിക്ടോക്കിലുള്ള റിലേഷൻഷിപ്പ് നല്ലതല്ല. നമ്മുടെ ടോപ്പിക്ക് പൊസസീവ്നെസ് ആണ്. പൊസസീവ്നെസ്സിന് വേറൊരു കാര്യം പറയാം. ആസ് എ ഹോസ്റ്റ് ഞാനിവിടെ നോർമലി ഒരു ഷോ എന്ന രീതിയിൽ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ചില ഹോസ്റ്റുകൾക്ക്, ഒരു എക്സാമ്പിൾ പറയാം, ചില ഹോസ്റ്റുകൾസ് ലൈവിൽ അത്യാവശ്യം ഗിഫ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഗിഫ്റ്റേഴ്സിന് ഒരു പൊസസീവ്നെസ് ഉണ്ടോ? പല സ്ഥലങ്ങളിലും പല രീതിയിലല്ല ഇത് പ്രസന്റ് ചെയ്യുന്നത്. സ്നേഹക്കൂടുതൽ തന്നെയാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വീണ്ടും ഞാൻ പറയാണ്, ഇതിന്റെ പിറകിലുള്ള എന്താ നമുക്കറിയില്ല. സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണോ പൊസസീവ്നെസ് കാണിക്കുന്നത്? അസൂയ, ഫ്രണ്ട്ഷിപ്പിലൊക്കെയാണെന്ന് ആലോചിച്ച് നോക്ക്. അസൂയ ആയിരിക്കുമോ? അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിങ്, അല്ലെങ്കിൽ സംശയം, എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളോട് ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് എടുക്കുന്ന ആ പെൺകുട്ടി, ആ ആൺകുട്ടി ആരാണ്? അവരെന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? കുറച്ച് നേരത്തേക്ക് ആലോചിക്കാനുള്ളൊരു സബ്ജക്റ്റ് ആയി അല്ലേ? ബെറ്റർ നോട്ട് ടു ചെക്ക് മൈ കമൻറ്റ്. മനസ്സിലായില്ല? ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നമുക്കിവിടെ കമൻറ്റ് ഇടാൻ മാത്രമല്ല ഓപ്ഷൻ ഉള്ളത്, വന്ന് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗസ്റ്റായിട്ട് വന്ന് സംസാരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഞാൻ പറയുകയാണ്, ലൈവിൽ കമൻറ്റ് ഇടുന്ന ആളുകൾ ആദ്യമായിട്ട് ഇപ്പോൾ വന്ന ആളുകളാണെങ്കിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ഈ ടിക്ടോക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം ലൈവ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതങ്ങനെ എടുത്തിട്ട് യൂട്യൂബിൽ ഓൾ വീഡിയോ ഇടാറുണ്ട്. അപ്പം നിങ്ങൾ ചെയ്ത കമൻറ്റ്സ് ഒന്നും കാണൂല. ഒരു ഹോസ്റ്റ് കണ്ടിന്യൂ ആയിട്ട് പേപ്പർ വായിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുക. ഭയങ്കര ബോറായിരിക്കും അത് കാണാൻ. ഓക്കെ, സോ ആസ് എ ഹോസ്റ്റ് I want to maintain my eye contact, body language. So if you want to do more comment ഇടണമെന്നുണ്ടെങ്കിൽ ലൈവിൽ റിക്വസ്റ്റ് ഇടുക. ഗസ്റ്റായിട്ട് വരാം, ഗസ്റ്റിനെ എടുക്കാറുണ്ട്, ഗസ്റ്റായിട്ട് വന്ന് സംസാരിക്കാം. ഓക്കെ, ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ് അച്ചു, ഗുഡ് നൈറ്റ് ഡിയർ ബഷീർ, ഗുഡ് നൈറ്റ്. ആൻഡ് ഒരു നല്ല തല്ല് കിട്ടാത്തതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള കാര്യമാണോ പറയുന്നത് സത്താൻ? നമ്മൾ റിലേഷൻഷിപ്പിലായിട്ടില്ല, ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, വേറെന്താണ്? സംശയം നഷ്ടപ്പെടുമോ എന്ന ഭയം. യെസ്, സംശയമാക്കാം, നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാൻ പണ്ടൊക്കെ റിലേഷൻഷിപ്പ് ഉള്ള സമയത്തൊക്കെ നല്ല പൊസസീവ് ആയിരുന്നു. പക്ഷെ ഓവറായിട്ട് നമ്മൾ പൊസസീവ്നെസ് കാണിച്ചു കഴിഞ്ഞാലും നേരത്തെ ചോദിച്ചു അതിന് നെഗറ്റീവാണോ പോസിറ്റീവാണോ ചോദിച്ചു. പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് വല്ലാതെ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ അവരെ നെട്ടിച്ച് പോകും. ആ പോകുന്ന സമയത്ത് നമ്മൾ എന്തിനാണോ ഭയന്നിട്ട് പൊസസീവ്നെസ് കാണിച്ചത് അത് നമ്മുടെ കൈ വിട്ടു പോകും.
പിന്നെ നമ്മൾ തന്നെ മനസ്സിലാക്കും. വി ഡോണ്ട് നീഡ് ദ പൊസസീവ്നെസ് ഇൻ റിലേഷൻഷിപ്പ്, ഓൺലി അണ്ടർസ്റ്റാൻഡിങ് മെച്യൂർഡ് റിലേഷൻഷിപ്പാണ് നല്ലത് എന്ന് അല്ലേ. ആഫ്റ്റർ കണ്ടന്റ് പ്രസൻറ്റേഷൻ, യെസ്, എല്ലാ ലൈവും ഓക്കെ. നമ്മുടെ ലൈവ് വാച്ച് ചെയ്യുന്ന ആളുകൾ ആദ്യമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ബിസി ടോക്ക് എന്നുള്ള ടോക്ക് ഷോ ആണ്. 11 മണിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ആഫ്റ്റർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലൈവ് അങ്ങനെ ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈവ് വാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, പൊസസീവ്നെസ് കാണിക്കാതെ അവിടെ വന്നിട്ട് ജസ്റ്റ് വാച്ച് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ലൈവ് നിർത്താനുള്ള സമയമായിട്ടുണ്ട്. മൈസെൽഫ് റൈറ്റ്, ഐ ആം ഫ്രം ഇന്ത്യ, കേരള. ദീസ് ലൈവ് സെഷൻ വി ക്യാൻ കോൾ ബിസി ടോക്ക്. നിങ്ങൾ ബിസിയാണ്, ഞാൻ ബിസിയാണ്, എല്ലാവരും ബിസിയാണ്. ബിസിയുടെ ഇടയിൽ ഒരു ടോക്ക് ഷോ മാത്രമാണ്. ഓൺലി എന്റർടൈൻമെന്റ്, ഓൺലി കൂൾ 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 വൈബ്. ഓക്കെ, നോ ഡിബേറ്റ്, നോ റെസ്ട്രിക്ഷൻ. കുത്തുന്ന വാക്കുകൾ, പാഴ്വാക്കുകളൊന്നും ഇവിടെ വേണ്ട. എനിവേ, ഇന്നത്തെ ഈ ലൈവ് സെഷൻ, ഇന്നത്തെ ടോക്ക് പൊസസീവ്നെസ് ആയിരുന്നു. പൊസസീവ്നെസ് എന്നൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്ന ലൈവ് സെഷൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ യൂട്യൂബിൽ വരാം, മൊത്തമായിട്ട് ലൈവ് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.